കോഴിക്കോട് കുരുക്കത്തൂർ സ്വദേശിയാണ്. അപ്പൊ ഈ ഒരു സാധാരണ ബ്യൂട്ടീഷ്യൻ മേഖലയിലുള്ള ഈ ഒരു വ്യക്തി ഇന്ന് നമ്മുടെ ഫിജിക്ക.കോമിൽ നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമുക്ക് 13 റാങ്കുകളാണ് ഉള്ളത്. വെറും 13 റാങ്കുകൾ മാത്രമാണ് നമ്മുടെ ഫിജിക്ക.കോമിൽ ഉള്ളത്. അതിൽ നമ്മുടെ 9ാമത്തെ റാങ്ക് അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയാണ് നമ്മുടെ സുവിധ മാഡം, സോണൽ സെയിൽസ് മാനേജർ. 10ാമത്തെ റാങ്കിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം തന്നെ മാഡം ആ ഒരു റാങ്ക് കരസ്ഥമാക്കും എന്നുള്ളതിൽ നമുക്ക് ഓരോരുത്തർക്കും വിശ്വസിക്കാം. കൂടാതെ തന്നെ എന്താ, നമുക്കറിയാലേ നമ്മുടെ ഒരു ആപ്പ് എടുത്തു കഴിഞ്ഞാല് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ പേര്, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് ഒക്കെ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് തെരഞ്ഞു കണ്ടുപിടിക്കണം. പക്ഷെ അതില് നമുക്ക് തിരയാതെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നാണ് ടോപ്പ് 100 എന്ന് പറയുന്നത്. ആ ഒരു ടോപ്പ് 100 പോലും എന്താ തന്റെ പേര് കരസ്ഥമാക്കിയിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ് നമ്മുടെ സുവിധ മാഡം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു ബ്യൂട്ടീഷ്യൻ മേഖലയിൽ നിന്ന് ഈ ഒരു ഫിജിക്ക.കോമിൽ എത്തിയപ്പോൾ തന്റെ മാറ്റങ്ങൾ, ഫിജിക്ക.കോമിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്, അപ്പൊ മാഡത്തിന്റെ വാക്കുകൾ കേൾക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഒരു സ്ക്രീനിൽ മാഡത്തിന്റെ വാക്കുകൾ കേൾക്കാനായിട്ട് ഞാനടക്കം വരുന്ന ഒരു 534 കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 34 ആളുകൾ ഇന്ന് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ കൂടുതൽ ലേറ്റ് ആക്കുന്നില്ല, 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരും മാഡത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം തന്നെ ഞാൻ മാഡത്തെ വെൽക്കം ചെയ്യാണ്. സുവിധ മാഡം, വെൽക്കം ടു ദ സ്ക്രീൻ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ അല്ലേ മാം? ഓഡിയോ ഓക്കെ ആണ്? ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് പറയാണ്. മാഡം എന്നെ നല്ല അടിപൊളിയായിട്ട് എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് സുവിധ സജിത് എന്നാണ്. ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് കുരിക്കത്തൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. വലിയതൊന്നല്ല, ചെറിയ ഗ്രാമമാണ്. ഇപ്പം ഒരുപാട് ഫേമസ് ആയിട്ടുള്ളത് ഈ ഒരു ഫിജിക്കാർഡ് എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു ബിസിനസിന്റെ ആ ഒരു കാര്യത്തിൽ തന്നെയാണ് കുരിക്കത്തൂർ ഫേമസ് ആയിട്ടുള്ളതെന്ന് എനിക്ക് എടുത്തു പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളതും എനിക്ക് ഈ ബിസിനസ്സിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതും അതേപോലെ തന്നെ ഞാൻ ഇനി നേടിയെടുക്കാൻ പോകുന്നതും എന്റെ സ്വപ്നങ്ങളും അതേപോലെ തന്നെ നിങ്ങളെ ആ ഒരു എന്റെ രീതിയിലേക്ക്, ഞാൻ എങ്ങനെയാണോ എന്റെ ഈ ഒരു വിജയത്തിലേക്ക് എത്തിയത് ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്കും എത്താൻ സാധിക്കണം എന്നുള്ള ആ ഒരു ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാം, എടുക്കാതിരിക്കാം, അത് നിങ്ങളെ ചോയ്സ് ആണ്. പക്ഷെ ഞാൻ വന്നിട്ടുള്ള വഴിയും എനിക്ക് ഈ ഒരു സെഡസം എന്ന് പറയുന്ന റാങ്ക് എത്താൻ സാധിച്ചതും എനിക്ക് ഇതിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ ഞാൻ നിങ്ങളെ മുന്നിൽ ഇപ്പം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം ടീം ഒളിമ്പ്യന്റെ 7am ആദ്യം തന്നെ ഞാൻ പറയാണ്, ടീം ഒളിമ്പ്യന്റെ 7am എന്നെ ക്ഷണിച്ചിട്ടുള്ള എന്റെ ലീഡേഴ്സിന് ഒരുപാട് താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു 7am സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു ഇപ്പൊ മാഡം തന്നെ പറഞ്ഞു ഞാനൊരു സാധാരണ വീട്ടമ്മയാണെന്ന് അല്ലെ. ഞാൻ പറയുന്നത് ഞാനൊരു സാധാരണ ലേഡിയാണ്. നിങ്ങളെല്ലാരും, നമുക്കറിയാം നമ്മളെ ബിസിനസ് ഒരു സാധാരണക്കാരന്റെ ബിസിനസ് ആണെന്നുള്ളത്. അപ്പൊ നമ്മളെല്ലാരും സാധാരണക്കാരായി. അപ്പൊ ഞാനും അതേപോലെ തന്നെ ഒന്നും അറിയാതെ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം എന്റെ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടിട്ടേ പറയാം, കാരണം നമ്മൾ അതിലൂടെ വന്നാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്റെ വീട്ടില് 3 പേരാണുള്ളത്. എന്റെ അച്ഛനും അമ്മയ്ക്കും 3 പേരാണുള്ളത്. അതിൽ മൂത്ത ഒരാളാണ് ഞാൻ. ബാക്കി എനിക്കൊരു അനിയത്തിയും ഒരു അനിയനും ഉണ്ട്. അതേപോലെ തന്നെ എന്റെ അച്ഛൻ പറയുകയാണെങ്കിൽ ഒരു കൃഷിക്കാരനാണ്. പിന്നെ തേങ്ങാ കച്ചവടവും അതേപോലെ തന്നെ വാഴ കച്ചവടവും ഒക്കെ ചെയ്യുന്ന ഒരു കൃഷിക്കാരനാണ്. അച്ഛന്റെ കൂടെ അച്ഛൻ എടുക്കുന്ന പോലെ തന്നെ ഒരുപാട് ജോലികൾ ഞങ്ങളെ കൊണ്ടും എടുപ്പിക്കുകയായിരുന്നു. ചെറിയ കുട്ടിയാവുന്ന സമയത്ത് തന്നെ സ്കൂളിൽ പോകുന്ന നേരം അവിടെ ജോലി ചെയ്തിട്ടാണ് ഞങ്ങള് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വൈകുന്നേരം തിരിച്ചു വരുന്ന സമയത്തും അതേപോലെ തന്നെ ആ വാഴയ്ക്കാണെങ്കിലും നനയ്ക്കാനും ഒക്കെ പോയിട്ട് തന്നെയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. വലിയൊരു കുടുംബമൊന്നുമല്ല. പണ്ടത്തെ 5 പൈസ, എനിക്കറിയാം പണ്ടുള്ള കുറച്ച് മുന്നേ ഉള്ള ആളുകൾ ഈ മീറ്റിങ്ങിൽ ഉണ്ടെങ്കിൽ അറിയാം, 5 പൈസ 10 പൈസ 20 പൈസ ഒക്കെ ഉള്ള സമയത്ത് പണ്ടത്തെ, സത്യമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, പണ്ടത്തെ 5 പൈസ പോലും ഒരു ദിവസം വീട്ടിൽ ഇല്ലാതിരുന്ന ഒരു വീട്ടിൽ നിന്നുള്ള ഒരു സാധാരണ അത്രയും ഇതായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ
ഇപ്പൊ എന്നെ കണ്ട അങ്ങനെയൊന്നും തോന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ ജീവിച്ച് വളർന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. കഷ്ടപ്പെട്ടിട്ട് തന്നെ അച്ഛന്റെ കൂടെ ഞങ്ങൾക്ക് എടുക്കാവുന്നതിനേക്കാൾ കൂടുതൽ ജോലി ചെയ്തിട്ട് അച്ഛന്റെ കൂടെ ജോലി ചെയ്തിട്ട് ആണ് ഈ സ്കൂൾ ജീവിതം ഫുള്ള് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ 19-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ട്, കല്യാണം കഴിച്ചത് ഇപ്പൊ മാഡം പറഞ്ഞു പോലീസുകാരനാണെന്ന് പറഞ്ഞു. പോലീസുകാരനാണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ച് വന്നതും കുറെ പേരുള്ള ഒരു വീട്ടിലേക്കാണ്. ഒന്നും അറിയാതെ ആ ഒരു സമയത്ത് കല്യാണം എന്താന്നോ ഒന്നും അറിയാതെ കല്യാണം കഴിച്ച് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ പോലെ ഒരുപാട് ലേഡീസ് ഇപ്പൊ എന്റെ മുന്നിൽ ഇരുന്ന് കേൾക്കുന്നുണ്ടാവും. അവരോടാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്കുള്ള അനുഭവം, എനിക്കുള്ള അനുഭവം പറയുന്ന സമയത്ത് എനിക്ക് ഓരോരുത്തർക്കും തോന്നും അത് എന്റെ അനുഭവമാണല്ലോ പറയുന്നതെന്ന് തോന്നും. അപ്പൊ എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് വീട്ടിലേക്ക് വന്ന നേരം അവിടെയും ഞാൻ മൂത്ത ആളായിട്ടാണ് വന്നത്. ബാക്കി എല്ലാവരും എന്റെ താഴെ ഉള്ള ആളുകളാണ്. അവിടെ ഞാനൊരു വ്യക്തി മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഒന്നും അറിയില്ല, ഒന്നും അറിയാതെ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവിടെ എന്റെ ജീവിതം പറയുകയാണെങ്കിൽ അത് എനിക്ക് വിഷമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്റെ ജീവിതം ഒരുപാട് വർഷം, 10-15 വർഷം ഞാൻ ആ ഒരു വീട്ടില് എല്ലാവർക്കും വേണ്ടിയിട്ട് വെച്ച് വിളമ്പിയിട്ടും അതേപോലെ തന്നെ മക്കളെ പഠിപ്പിച്ചിട്ടും ഒക്കെ വേറെ ഒന്നും ചിന്തിക്കാതെ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെയുള്ള റുട്ടീൻ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. പുറത്തേക്ക് ഇറങ്ങാത്ത ഒരു ജീവിതമായിരുന്നു എന്റേത്. അറിയാം, ഹസ്ബൻഡ് പോലീസിലായതുകൊണ്ട് തന്നെ ആൾക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ട്. കാരണം വീട്ടിലേക്ക് വരാനോ അതേപോലെ നൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഒരു സ്ഥലത്ത് പോവാൻ പോലും പറ്റാത്തൊരു ഒരു ജീവിതം തന്നെയായിരുന്നു എന്റേത്. ഒരിക്കലും ഞാൻ അതിന് കുറ്റപ്പെടുത്തുന്നില്ല, കാരണം ആ സമയത്ത് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒതുങ്ങി കൂടിയിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ മക്കളൊക്കെ വലുതായതിന്റെ ശേഷം, കുറച്ച് അങ്ങോട്ട് വലുതായതിന്റെ ശേഷമാണ് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയത്. അതുവരെ വീട്ടിന്റെ ഉള്ളിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്റെ പകുതി മുക്കാൽ ജീവിതവും ഞാൻ ആർക്കൊക്കെയോ വേണ്ടിയിട്ട് ജീവിച്ചു തീർത്തിട്ടുള്ളതാണ്. അപ്പം മക്കള് വലുതായതിനു ശേഷം ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു. അതെനിക്ക് ഇഷ്ടമുള്ള മേഖലയാണ്. ഫാഷൻ ഡിസൈനിങ് ഞാൻ പഠിച്ചു. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ TTC ഞാൻ പഠിച്ചു. അതേപോലെ ചെറിയ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് അതെനിക്ക് ഇഷ്ടമാണ്, ചെറിയ മക്കളെ നോക്കുന്നത്. പ്രീ പ്രൈമറി TTC ഞാൻ പഠിച്ചു. പക്ഷെ അതിനൊന്നും ഞാൻ പോയില്ല. പിന്നെന്ന് പറഞ്ഞാല് പിന്നെ എന്റെ അച്ഛന് ഭയങ്കര ഒരു വിഷമായിരുന്നു. എനിക്ക് മാത്രം, ഞാൻ ഇതൊക്കെ പഠിച്ചിട്ട് എനിക്ക് മാത്രം എന്റെ വീട്ടിൽ ജോലിയില്ല. എന്റെ അനിയത്തിക്ക് ജോലിയുണ്ട്, എന്റെ അനിയന് ജോലിയുണ്ട്, പക്ഷെ എനിക്ക് മാത്രം ജോലിയില്ല. അപ്പൊ അച്ഛൻ എന്നും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് മാത്രം ഒന്നുമില്ലല്ലോ, ഈ മാത്രം വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ നിക്കല്ലേ, എന്തെങ്കിലും ചെയ്യുന്ന അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അച്ഛന്റെ നിർബന്ധപ്രകാരം, അച്ഛൻ ഗൾഫിൽ പോയ സമയത്ത്, അനിയന്റെ കൂടെ ഗൾഫിൽ പോയ സമയത്ത് അച്ഛന്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്നത്. ആ കോഴ്സിന് ഞാൻ പേര് കൊടുത്തു. ക്ലാസ് പോയി തുടങ്ങിയ സമയത്ത് 6 മാസത്തെ കോഴ്സാണ്. 3 മാസം കഴിഞ്ഞ സമയത്ത് എന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് മരിച്ചുപോയി. അറ്റാക്ക് ആയിരുന്നു അച്ഛന്. കാണാൻ പോലും പറ്റാതെ അച്ഛൻ മരിച്ചുപോയി. അപ്പം ഞാൻ ആ സങ്കടമായിട്ടാണെങ്കിലും രാവിലെ 7 AM സങ്കടമായിട്ട് പറയല്ല, പക്ഷെ എന്റെ അനുഭവം പറയുന്ന സമയത്ത് എനിക്ക് അത് പറഞ്ഞേ പറ്റൂ. കാരണം ഈ ഒരു രീതിയിൽ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്റെ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ഉള്ളതുകൊണ്ട് മാത്രമാണെന്നാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അച്ഛൻ പറഞ്ഞിട്ട് പഠിച്ചിട്ടുള്ള ആ ഒരു മേഖല എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അതിന്റെ മുന്നേ എന്റെ അച്ഛൻ മരിച്ച്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി വേണ്ട, എന്തിന്, അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു മേഖലയിൽ പഠിക്കാൻ പോയത്, ഇനി ആ ഒരു മേഖലയിൽ ഞാൻ പോകുന്നില്ല, എനിക്കൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് നിന്നിട്ടുള്ള മാനസികമായിട്ട് ഞാൻ വല്ലാണ്ട് തളർന്നു പോയിട്ടുണ്ട്. ആ സമയത്തും എന്റെ ഹസ്ബൻഡും മക്കളും അതേപോലെ തന്നെ എന്റെ ഹസ്ബൻഡിന്റെ പെങ്ങളുണ്ട്, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, ചേച്ചീന്. അപ്പൊ ചേച്ചിയും കൂടെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ പിന്നെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കിയത്. കാരണം അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെങ്കിൽ ഞാൻ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അച്ഛൻ മരിച്ചിട്ട് 1 കൊല്ലം കഴിഞ്ഞ സമയത്ത് സ്വന്തമായിട്ട് ഒരു ബ്യൂട്ടി പാർലർ എനിക്ക് തുറക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ പിന്നിൽ എന്റെ അച്ഛൻ എന്ന് പറയുന്ന ഒരു ശക്തി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചത്. ഞാൻ വന്നിട്ടുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് പാർലർ തുടങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞ്, ഇപ്പം ഈ ഒരു കൊല്ലത്തേക്ക് 10 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്താണ് എനിക്കറിയാം നല്ല രീതിയിൽ പാർലറൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൊറോണ വന്നിട്ടുള്ളത്. ആ കൊറോണ വന്ന സമയത്ത് ഇപ്പം എന്റെ ഹസ്ബൻഡ് പോലീസുകാരനാണ്, ആൾക്ക് ഡ്യൂട്ടി ഉണ്ട്, കാര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. ഇപ്പൊ വീട്ടിലിപ്പോ കൊറോണ വന്ന സമയത്ത് ലേഡീസ് ഒക്കെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ടും ഒക്കെ ഞാനും അതേപോലെ തന്നെ അങ്ങനെ തന്നെ നിന്നിട്ടുള്ള ഒരാളാണ്. ഒരുപാട് സന്തോഷിച്ചു. വീട്ടിലേക്ക് മക്കളെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കൂടെ നിൽക്കാന്ന് വിചാരിച്ച് ഒരുപാട് സന്തോഷിച്ച സമയത്ത് ഫുഡ് ഉണ്ടാക്കിയിട്ടും ഒക്കെ ആയിട്ട് സന്തോഷിച്ചു. പക്ഷെ 2-3 മാസം കഴിഞ്ഞ സമയത്ത് ഈ ഒരു ഷോപ്പിന്റെ വാടക എങ്ങനെ കൊടുക്കും,
വാടക ആര് കൊടുക്കും? ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്തും ചോദിക്കണ്ടേ വാടകയ്ക്കൊക്കെ? അപ്പൊ എനിക്ക് ആകെ ടെൻഷനായി. പിന്നെ നമുക്കറിയാം ബ്യൂട്ടീഷ്യൻ മേഖലയാണ്, തുറക്കാൻ സമ്മതിക്കാത്തൊരു സമയമാണ്. ആര് തുറന്നാലും നമുക്ക് തുറക്കാനുള്ള ഒരു അനുമതി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ തുറക്കാനുള്ള ചെറിയൊരു അനുമതി വന്ന സമയത്ത് ഞാൻ തുറന്നു. ആ സമയത്ത് എന്റെ അടുത്ത് എന്റെ സ്റ്റാഫിന്റെ ഒരു കസിൻ വന്നിട്ട് എന്നോട് ഫിജിക്കാർഡ് എന്ന് പറയുന്ന ഈ ഒരു അവസരം പറഞ്ഞു. അപ്പൊ ആള് വന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, കാരണം എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് പറയുന്നത്. ആ ഒരു വ്യക്തി വന്ന സമയത്ത് ആൾ ഒറ്റയ്ക്കാണ് വന്നത്. ആൾ ഒറ്റയ്ക്ക് വന്ന സമയത്ത് എന്തൊക്കെയോ കുറെ പറഞ്ഞ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ആൾക്ക് മറുപടി തരാനില്ല. കാരണം എനിക്ക് ഈ ഒരു മേഖല എന്ന് പറയുന്നത് എനിക്ക് അത്ര എന്താ പറയാ അറിയാത്തൊരു മേഖലയാണ്. പിന്നെ അതിലേക്ക് വെറുതെ പോകണ്ടെന്നുള്ള ആ ഒരു മൈൻഡോട് കൂട്ടിയിട്ടാണ് ഞാൻ ആ ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുന്നത്. നിങ്ങളുടെ അടുത്തും ഇതേപോലെ ഒരുപാട് ആളുകൾ സംസാരിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പൊ ആ ഒരു വ്യക്തി എന്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ചു, നിങ്ങളെ പോലെ ഒറ്റയ്ക്ക് ഞാനും പോണ്ടേ? കാരണം എനിക്ക് സത്യം പറയാലോ, ഞാൻ പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഫുള്ളാക്കാൻ പറ്റിയില്ല. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇംഗ്ലീഷിലുള്ള പ്ലാൻ ബുക്ക് പോലും കണ്ട സമയത്ത് എനിക്ക് പേടിയായി, ഇതൊക്കെ ഞാൻ എങ്ങനെയാ പറയാന്നുള്ളത് ആ ഒരു രീതിയിൽ. അപ്പൊ ആ സമയത്ത് ഞാൻ ചോദിച്ചു, ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടേ? ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്കും പോകാത്ത വ്യക്തിയാണ്, ഒരാളുടെ അടുത്തേക്കും പോകില്ല. അപ്പൊ എല്ലാരും പറയും, എനിക്ക് കാണുന്നേരം പറയും എനിക്ക് ജാടയാണ്, ഞാൻ സംസാരിക്കില്ല. പക്ഷെ എന്തുകൊണ്ടാന്നറിയോ? 10 ആളെ മുന്നിൽ സംസാരിക്കാനുള്ള പേടി കൊണ്ടാണ്, അല്ലാതെ ജാടയൊന്നും ആയിട്ടൊന്നല്ല. എന്നെ അടുത്ത് പരിചയമുള്ള ആളുകൾക്കറിയാം ഞാൻ എന്താണ് ഏതാണെന്നുള്ളത്. അല്ലാത്ത ആളുകൾ ചിലപ്പോൾ വിചാരിക്കും എനിക്ക് ഭയങ്കര ജാടയാണെന്ന്. അതൊന്നുമല്ല, എനിക്കൊന്നും അറിയാത്തോണ്ട് മാത്രം മാറി നിൽക്കുന്ന, എന്തെങ്കിലും നമ്മൾ സംസാരിച്ചാൽ എന്തെങ്കിലും തെറ്റായി പോകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ആ ഒരു രീതിയിൽ മാറി നിൽക്കുന്നത്. അപ്പൊ ആ ഒരു വ്യക്തിയോട് ഞാൻ ചോദിച്ച സമയത്ത് പറഞ്ഞാ വേണമെന്ന് പറഞ്ഞു. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ ഈ ഒരു കാര്യം പറയാനുള്ള കാര്യം എന്താണെന്നാല്, നമ്മൾ പ്ലാൻ പറയാൻ പോകുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഒരാളടുത്തും പോകരുത്. ആ ഒരു കാരണം കൊണ്ട് മാത്രം അന്ന് ഈ ബിസിനസ് ചെയ്യാതിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഒറ്റയ്ക്ക് പോണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം. അപ്പൊ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ സമയത്താണ് എന്റെ ഈ നാട്ടിൽ തന്നെയുള്ള എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള റിജുല എന്ന് പറയുന്ന ഒരു വ്യക്തിന്റെ സ്റ്റാറ്റസ് ഞാൻ കണ്ടത്. കാരണം ഈ ഒരു പേര് എന്റെ മനസ്സിലുണ്ട്, ഫിജിക്കാർഡ് എന്ന് പറയുന്ന പേര് എന്റെ മനസ്സിലുണ്ട്. അപ്പൊ ആ ഒരു വ്യക്തിന്റെ സ്റ്റാറ്റസ് കണ്ടത് പ്രകാരം ഞാൻ ചോദിച്ച്, ഇപ്പൊ എന്നെ പോലെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ടോ, ഒരുപാട് ആളുകൾ സ്റ്റാറ്റസ് കണ്ടിട്ട് ഈ ഒരു ബിസിനസ് എന്താന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾ ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടാവും. ആ വഴി വന്നിട്ടുള്ള ആളുകളും ഉണ്ടോ? ഞാൻ ചോദിച്ച സമയത്ത് നിനക്ക് കേൾക്കണമെങ്കിൽ ഞാൻ എനിക്കറിയില്ല പറഞ്ഞു തരാൻ, ഞാൻ 2 ആളെ അങ്ങോട്ട് അയക്കാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ സമയത്ത് എന്റെ അടുത്ത് 2 പേര് വന്നു. ഞാൻ എന്റെ ഹസ്ബൻഡിനെയും കൂടെ പാർലറിലേക്കാണ് വന്നിട്ടുള്ളത്. അവിടെ വന്നിട്ട് പ്ലാനും കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് എനിക്കറിയാം, ആദ്യം തന്നെ ഞാൻ പറഞ്ഞു എന്റെ ഹസ്ബൻഡ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ആൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യണമെങ്കിലും ആളെ വൈഫായിട്ടുള്ള എനിക്ക് ചെയ്യണമെങ്കിലും അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ജോലിയെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് തന്നെ കുറച്ച് ലീഗലി കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പൊ എന്തായാലും പ്ലാനൊക്കെ കേട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയാന്നുള്ള രീതിയിൽ അവരെ വിട്ട് കുറച്ച് ദിവസം എന്നോട് പറഞ്ഞ് വേണ്ട, അങ്ങനെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അതൊരു നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നില്ല, നെഗറ്റീവായിട്ടല്ല പറഞ്ഞതും. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് പ്ലാൻ തന്നിട്ടുള്ള ആളുകളെ തിരിച്ചു വിളിച്ചു. ഇതിൽ ആരൊക്കെ ഉണ്ട് അങ്ങനെ വന്നിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങള് പ്ലാൻ പറഞ്ഞിട്ടുള്ള ആളെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് തിരിച്ചു വിളിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തിട്ടുള്ളത്. ആ സമയത്ത് നമ്മളെ കയ്യിൽ ഒന്നുമില്ല, നമുക്കറിയാം പർച്ചേസ് ചെയ്യണം എന്നുള്ളത് അറിയാം, ഒന്നുമില്ല. അപ്പൊ എനിക്ക് ആ പ്ലാൻ കേട്ട സമയത്ത് എന്റെ അച്ഛൻ, ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ അച്ഛന് എനിക്ക് ഒരു ജോലി ഇല്ലാത്തതിന്റെ വിഷമം ഉണ്ടായിരുന്നു. എനിക്കത് സാധിപ്പിച്ചു കൊടുത്താലും അച്ഛൻ അത് കാണാൻ സാധിച്ചില്ല. പക്ഷെ എന്റെ അച്ഛൻ എന്നോട് പറയുന്ന പോലെ തോന്നി, മോളെ നിനക്ക് വിജയിക്കാനുള്ള ഒരു കാര്യമാണിത്. നമ്മളെ കുറ്റപ്പെടുത്തിയ ഒരുപാട് ആളുകളുണ്ട്. നമ്മളൊന്നുമല്ല, ഒന്നുമില്ല, വെറുതെ ആണ്, ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മളെ കുടുംബത്തില്. അപ്പൊ അവർക്കൊക്കെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു കാര്യമാണ് നിന്റെ കയ്യിൽ കിട്ടിയത്. ഇത് നല്ല പോലെ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള നിനക്ക് കിട്ടുമെന്നും പറഞ്ഞിട്ടുള്ള അച്ഛൻ എന്നോട് വന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നിയതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തുള്ളത്. പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ലേഡീസ് ആയിട്ടുള്ള നമുക്ക് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എന്തായാലും വേണം. എനിക്ക് പ്രത്യേകിച്ചും കാരണം ഞാൻ പുറത്തേക്ക് ഇറങ്ങാത്ത ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ട് ഈ ഒരു ബിസിനസ് ഞാൻ ഏറ്റെടുത്തു. ഞങ്ങൾ 2 പേരും കൂടെ ഏറ്റെടുത്തു. അപ്പം ഏറ്റെടുത്ത് കഴിഞ്ഞ സമയത്ത് നമുക്ക് ബിസിനസ് ആയിക്കോട്ടെ, നമ്മളെ നാട്ടിൽ നിന്നായിക്കോട്ടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും അല്ലെ, നീയും പോയി ചാടിയോ ഈ ഒരു ബിസിനസ്സിലേക്ക്?
അപ്പൊ ഞാൻ ഏതായാലും പെട്ടു. നീയും പോയി ചാടിയോ ചോദിച്ചിട്ട് എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചു. നീ ഇപ്പോഴും ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളുടെ അടുത്ത് ഞാൻ അന്നും മറുപടി പറയില്ല, ഇപ്പോഴും മറുപടി പറയില്ല. കാരണം അവർക്കൊക്കെ ഇത് ചോദിക്കാനുള്ള സമയമേ ഉള്ളൂ. അവർക്കൊന്നും ഇതിന്ന് 5 പൈസയും കിട്ടുന്നില്ല അല്ലെ? നമുക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ എന്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു വ്യക്തി ഇപ്പൊ നാട്ടുകാരായിക്കോട്ടെ പറഞ്ഞില്ല എന്നെ കൊണ്ടൊക്കെ എന്ത് പറ്റും. ഇപ്പൊ എന്റെ മുന്നിൽ ഉള്ള ഒരുപാട് ലേഡീസിനോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവും എന്നെ കൊണ്ട് ഇതെന്തേലും പറ്റുമോ. പിന്നെ നല്ല കോമഡി ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു 2-3 റാങ്ക് എത്തിയ സമയത്ത് ഞാൻ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് എന്നോട് ചോദിച്ചിരുന്നു പോലീസുകാരെ സപ്പോർട്ട് ഉണ്ടാവൂലേ ഈ ഒരു റാങ്ക് എത്താൻ. എന്താ അതിനൊക്കെ മറുപടി പറയേണ്ടത്? പക്ഷെ ആ വ്യക്തികളോടൊക്കെ ഞാൻ മൗനം ആയിട്ട് നിന്ന് ഒന്നും പറയാതിരുന്ന്. പക്ഷെ എന്റെ ഞാൻ ഒരു സ്റ്റാറ്റസ് ഇട്ട സമയത്ത് ഇപ്പൊ എന്റെ ടീമിലുള്ള ഒരുപാട് ആളുകളോട് ഞാൻ എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് അവർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവുകൾ കിട്ടിയെന്ന് വന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ ഫോണ് ഞാൻ പൈസ കൊടുത്ത് കയറ്റിയ നെറ്റ് ഞാൻ എന്ത് വേണേലും ചെയ്യും. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നോക്കണ്ട, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു സ്റ്റാറ്റസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എഴുതി വിടാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. നിങ്ങൾക്ക് ബിസിനസ് ആണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ എഴുതി വിട്ടും എന്റെ ടീമിലുള്ള ഒരുപാട് ആൾക്കാർ എടുത്തു പറയേണ്ട ഒരു വ്യക്തിന്റെ മുബീന എന്ന് പറയുന്ന ഒരു വ്യക്തി രാത്രി ഒരു ദിവസം കരഞ്ഞുകൊണ്ട് എന്നെ അങ്ങനെ ഒരു ഇമോജി ഒക്കെ ഇട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്താ മാഡം എന്ത് പറ്റിയെന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടപ്പോ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു മാഡത്തിന് ധൈര്യം ഉണ്ടോ ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ? ഇങ്ങനെ ഒന്ന് എഴുതി വിട്ടാൽ മതി. എന്റെ ഫോണിൽ ഞാൻ പൈസ കയറ്റിയ നെറ്റ് എനിക്ക് ഇഷ്ടമുള്ള ഞാനിടും. നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നോക്കാം, നോക്കണ്ടെങ്കിൽ നോക്കണ്ട. ആ ഒരു രീതിയിൽ മാഡം എഴുതി വിട്ട് അപ്പൊ തന്നെ എഴുതി വിട്ട സമയത്ത് ആളിപ്പം STM എന്ന് പറയുന്ന റാങ്കിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്ന കാര്യമാണ്. എന്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ബോബി സാറ് ആള് വരുന്നുണ്ട്. എന്റെ സ്വന്തം അനിയൻ തന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും എന്റെ മനസ്സിൽ വലിയൊരു തീ ഉണ്ട്. കാരണം എന്നോട് പറഞ്ഞിട്ടുള്ള വ്യക്തികൾക്കും എന്നെ അടിച്ചമർത്തിയിട്ടുള്ള വ്യക്തികൾക്കും ഒക്കെ ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഈ ഒരു ഫിജിക്കാർഡ് എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു പ്രസ്ഥാനം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ സഹിച്ചിട്ടും നമുക്കറിയാം, എന്താ പറയാ, ഒരു ബിസിനസ് ആണ്. നമുക്ക് എല്ലാ കാലത്തും ഒരേപോലെ വരുമാനം കിട്ടിക്കൊള്ളുന്നില്ല. ബിസിനസ്സില് ഒരുപാട് പ്രാവശ്യം ഇപ്പൊ നിങ്ങൾക്കൊക്കെ വിചാരിക്കും ഞാൻ ഒരു സാധാരണ ലേഡിയാണ്, അവർക്കൊക്കെ ഇപ്പൊ എത്ര പെട്ടെന്ന് ഈ ഒരു റാങ്ക് എത്താൻ പറ്റി, ഒരു ബുദ്ധിമുട്ടുണ്ടായോ, ഞാൻ എങ്ങനെയാ ഇത് എത്തുക? അപ്പൊ വന്നിട്ടുള്ള ഇപ്പൊ ഇന്നലെ ജോയിൻ ചെയ്തിട്ടുള്ള വ്യക്തികൾ ഈ 7am ഉണ്ടെങ്കിൽ അവര് വിചാരിക്കും ഈശ്വര ഞാൻ എങ്ങനെയാ ഈ ഒരു റാങ്ക് എത്തുക, അത്രയും ബുദ്ധിമുട്ടാണല്ലോ, റിസ്ക് ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. പക്ഷെ ഏതൊരു ജോലിക്കും അതിൻ്റെതായിട്ടുള്ള റിസ്കും ഒക്കെ ഉണ്ട്. ഏത് ജോലിയാണെങ്കിലും ഇപ്പൊ നമ്മളോട് എത്രയോ ആളുകൾ ചോദിക്കും ആളെ ചേർത്തുന്ന ബിസിനസ് ആണോ ഇത് എന്നുള്ളത് അല്ലെ? അതിന് മറുപടി എനിക്ക് കൊടുക്കണ്ടേ? കൊടുക്കാൻ പറ്റില്ലോ. ആളെ ചേർക്കാത്ത എന്ത് ബിസിനസ്സാ ഉള്ളത്? എന്ത് ബിസിനസ്സാ ഉള്ളത്? ആളെ ചേർക്കാത്ത, ആളില്ലാത്ത എന്ത് ബിസിനസ്സാ ഉള്ളത്? ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന ബ്യൂട്ടീഷ്യൻ ജോലി ആയിക്കോട്ടെ, ആള് വേണ്ടേ? ഷോപ്പ് അവിടെ ഇട്ടിട്ട് ഞാൻ വീട്ടിലിരുന്നാ എനിക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇല്ല. അതേപോലെ തന്നെ എന്തിനാണേലും ഒരു ട്യൂഷൻ സെന്റർ ആയിക്കോട്ടെ, അവിടെ കുട്ടികൾ വേണ്ടേ? എന്നാലല്ലേ അവിടെ കാശ് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഒരു പിന്നെ കടയായിക്കോട്ടെ, അതില് ആളുകൾ വന്നിട്ട് കടയിൽ നിന്ന് സാധനം വാങ്ങാതെ ആൾക്ക് പൈസ കിട്ടുമോ? എന്തിലാ ഉള്ളത്? എന്ത് മേഖലയിലാ ഉള്ളത് ആളുകൾ ഇല്ലാത്തത്? നിങ്ങക്ക് പറയാനുള്ള മറുപടി കിട്ടൂലേ? പറഞ്ഞൂടെ? നമ്മളോട് ചോദിക്കുന്ന ആളുകളടുത്ത് പറയാലോ നിങ്ങക്ക്. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ തന്നെ സംസാരിക്കുന്ന ഇത്രയും പേരുണ്ട്. ഇത്രയും പേരെടുത്ത് ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു എന്താ പറയാ ഒരു ധൈര്യം പോലും കിട്ടിയത് എനിക്ക് ഈ ഒരു ഫിജിക്കാർഡിലൂടെ തന്നെയാണ്. ഞാനൊരു 10 ആളെ മുന്നിൽ 10 ആള് നിൽക്കുന്നിടത്ത് നിന്ന് പിന്നോട്ട് മാറിപ്പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾക്ക് പറയാം ഇത്രയും നല്ല രീതിയിൽ സംസാരിക്കുന്ന ഈ മാഡത്തിനൊക്കെ എന്തുകൊണ്ട് ഈ ഒരു റാങ്ക് എത്തിക്കൂടെ? അങ്ങനെയൊന്നല്ല. ഞാൻ കൂടെ ഈ ഒരു ബിസിനസ്സിലൂടെ എനിക്ക് വന്നിട്ടുള്ള അനുഭവത്തിലൂടെയാണ് ഞാൻ ഈ ഒരു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സംസാരിച്ചത് നമുക്ക് ട്രെയിനിങ്ങുകൾ ഉണ്ട്. അതേപോലെ തന്നെ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് നമ്മൾ ഒരുപാട് ട്രെയിനിങ്ങുകൾ ഉണ്ട്. നിങ്ങൾ ആരും മിസ്സാക്കരുത്. ഒരു ട്രെയിനിങ്ങും നിങ്ങൾ ആരും മിസ്സാക്കരുത്. ഞാൻ എന്ന വ്യക്തി ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ ഒരു ബിസിനസ്സുകാരി എന്നുള്ള ഒരു മൈൻഡ് എനിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിലും അത് ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. വേറെ ഒരാള് നമുക്ക് ഇരുത്തി പഠിപ്പിച്ചു തന്നൊന്നല്ല. നമുക്ക് ട്രെയിനിങ്ങുകൾ നമ്മളെ ലീഡേഴ്സ് തരുന്നിട്ടുള്ള ട്രെയിനിങ്ങുകൾ, അതേപോലെ തന്നെ നമ്മളെ ലീഡേഴ്സ് തന്നിട്ടുള്ള ഓരോ നിർദ്ദേശങ്ങളും
നമുക്ക് എടുക്കാൻ പറ്റുന്നത് എടുക്കാം. എല്ലാം നിങ്ങൾ എടുക്കണം എന്ന് ഞാൻ പറയില്ല. ഇപ്പൊ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആരും എടുക്കണം എന്ന് ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് എടുത്തിട്ട് ആ ഒരു രീതിയിൽ ഈ ഒരു ബിസിനസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടുള്ള അച്ചീവ്മെന്റ്സുകളൊക്കെ നേടിയെടുക്കാൻ പറ്റും. ആ ഒരു കൊറോണ സമയത്ത് വന്നിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ആ സമയത്ത് വീട്ടിൽ ഇരുന്നിട്ട് ആളുകളായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ബിസിനസ് മുന്നോട്ട് പോയിട്ടുള്ളത്. നമുക്കറിയാം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സമയമാണ്. ആ ഒരു സമയത്ത് എന്ന് പറയുന്നത് ഒരാളെ കയ്യിലും പൈസ ഇല്ലാത്ത സമയമാണ്, ഒരാളെ കയ്യിലും. അപ്പൊ ആ സമയത്ത് ഈ ഒരു ബിസിനസ് ഇനിയും വരാം, കൊറോണയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇനിയും വരാം. ആ ഒരു സമയത്ത് പോലും നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ എപ്പോഴും പറയും ഒരു ദൈവസ്പർശമുള്ള ബിസിനസ്സാണ് ഫിജിക്ക.com എന്ന് പറയുന്നത്. കാരണം ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ദൈവത്തിന്റെ ഒരു കരസ്പർശം ഉണ്ട് ഈ ഒരു ബിസിനസ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷമുള്ള എന്റെ ഒരു കുറച്ച് അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത് എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒന്നാണ്. ഫസ്റ്റ് തന്നെ ഞാനൊരു കേരളം വിട്ടിട്ട് ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയില്ല, സത്യമായിട്ട് പറയാണ്. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം ഫസ്റ്റില് ഒരു ഓഫർ അടിച്ചിട്ട് നമുക്ക് ഇപ്പോ കമ്പനി വെക്കുന്ന ഓഫർ ഉണ്ട്, അതേപോലെ നിങ്ങളെ ടീം വെക്കുന്ന ഓഫർ ഉണ്ട്. ഇതൊക്കെ വെക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുക, അയ്യോ ഞാനിപ്പോ അതിനു വേണ്ടി ഓടിയിട്ട് കാര്യമില്ല, എനിക്ക് കിട്ടൂല. അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചാളൂ, അങ്ങനെ അങ്ങോട്ട് മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അനങ്ങൂല. പക്ഷെ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. എന്നെ പോലുള്ള സാധാരണ ലേഡീസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതിലുണ്ട്. അവരോട് ഞാൻ പറയാണ്, നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് അച്ചീവ്മെന്റ്സ് ചെയ്യാൻ പറ്റും, നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് എന്താ പറയാ ഓഫർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നേടിയെടുത്തുള്ള ഫസ്റ്റ് തന്നെ ഗോവ ട്രിപ്പ്. ഗോവയൊക്കെ ഇപ്പൊ ആർക്കും പോവാം, പക്ഷെ അതൊരു പ്ലെയിനിലാണ് പോകുന്നതെങ്കിൽ അതൊരു വ്യത്യാസം തന്നെയാ അല്ലെ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കയറിയതാണ്. ആദ്യമായിട്ട് അങ്ങനെ പോവാനും നമ്മളെ ടീമിന്റെ കൂടെ പോവാനും ഒക്കെ സാധിച്ചത് ഈ ഒരു ബിസിനസ്സിൽ വന്നതിന്റെ ശേഷം മാത്രമാണ്. ഇപ്പൊ നമ്മളെ ടീമിലുള്ള ഒരാള് ഇപ്പൊ തായ്ലൻഡ് പോവാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓരോ ലേഡീസിനെ ഇപ്പൊ വീട്ടിൽ ഒതുങ്ങി കൂടിയിട്ടുള്ള എനിക്കറിയാം എന്റെ അനുഭവം. വീട്ടിലിപ്പോ ഒതുങ്ങി നിന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. ഒരു സ്ഥലങ്ങളിൽ ഞാൻ പോയില്ല. കാരണം എന്റെ ഹസ്ബൻഡ് ഒരു പോലീസുകാരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പോരാൻ സാധിച്ചില്ല. പിന്നെ നമ്മളെ സാഹചര്യം അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്റെ ജീവിതമൊക്കെ മുക്കാഭാഗം തീർന്നുപോയി. പക്ഷെ ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് വീട്ടിന്റെ ഉള്ളിൽ അടച്ച് ഒരു ഇതായിട്ട് വീട്ടുകാര്യങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടാൻ ഞാൻ എന്തായാലും തയ്യാറല്ല. ഇനി അങ്ങോട്ടുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, എന്നാലും അതൊക്കെ മറന്നുകൊണ്ട് തന്നെ മുന്നോട്ട് തന്നെ പോവും. അച്ചീവ്മെന്റ്സുകൾ ഒരുപാട് ഇനിയും നേടിയെടുക്കാനുണ്ട്. അപ്പൊ ഈ അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. എന്റെ ടീമിന് എനിക്ക് ഒരുപാട് നന്ദി പറയാണ് എന്റെ ടീമിനോട്. അപ്പൊ എന്റെ ടീമും കൂടെ വിചാരിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു റാങ്കിൽ നിൽക്കുന്നതും അതേപോലെ തന്നെ എനിക്ക് അച്ചീവ്മെന്റ്സുകൾ നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ളതും എന്റെ ടീമിന്റെ സപ്പോർട്ടോട് തന്നെയാണ്. നമുക്കറിയാം ടീം വർക്ക് ആണെന്നുള്ളത്. എന്റെ ടീമിന്റെ നല്ല സപ്പോർട്ടോട് കൂടി തന്നെയാണ് സുവിധ എന്ന് പറയുന്ന വ്യക്തി ZSM എന്ന് പറയുന്ന റാങ്കിൽ നിൽക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട് എന്റെ ടീമിനോട്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ടീമിനോട് ഒരുപാട് നന്ദി വേണം. കാരണം നമ്മളെ എവിടെയെങ്കിലും എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരും കൂടെ വിചാരിച്ചിട്ട് തന്നെയാണ് അല്ലെ. ഒരു കൂട്ടായിട്ട് ഒരു നല്ലൊരു ബോണ്ടിങ് നമ്മളെ ടീമുമായിട്ട് ഉണ്ടാക്കുക. പക്ഷെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ബോസിങ് പോലെയല്ല നമ്മളെ ഈ ഒരു ബിസിനസ് പറയുന്ന ബോസിങ് അല്ല ഒരിക്കലും. പക്ഷെ അവരെ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം. ഇപ്പൊ ഞാനും നിങ്ങളും ഒക്കെ പല സ്വഭാവക്കാരായിരിക്കും. നമ്മുടെ ടീമിൽ വന്നിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകളായിരിക്കും. അപ്പൊ എല്ലാവരും ഇപ്പൊ ഒരേപോലത്തെ സ്വഭാവമാക്കാനൊന്നും നമുക്ക് പറ്റൂല. ഇപ്പൊ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഓരോരോ രംഗത്തുന്ന സമയത്ത് ഞാൻ വീണുപോയിട്ടുണ്ട്. സത്യം പറയാം, വീണുപോയിട്ടുണ്ട്. ഇല്ലാന്ന് ഒരിക്കലും പറയുന്നത് സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. 1 രൂപ പോലും വരുമാനം കിട്ടാതായിട്ടുള്ള സമയങ്ങൾ പോലും ഉണ്ട്. പക്ഷെ എന്നാലും എനിക്കൊരു മനസ്സിനൊരു തീരുമാനമുണ്ട്. ഫിജിക്കാർഡ് എന്ന ബിസിനസ്സിൽ ഞാൻ ഇതിന്റെ ടോപ്പ് റാങ്ക് എത്തും. അത് എന്റെ ടീമിനെയും കൂട്ടി പിടിച്ചിട്ട് ഞാൻ എത്തും എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിന്റെ മുകളിലാണ് ഈ ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഇട്ടേച്ച് പോകില്ല ഒരിക്കലും. വീണ് കിടക്കുന്നിടത്ത് നിന്ന് അവിടെ തന്നെ കിടക്കുന്ന ആളുകൾ ഒരിക്കലും വിജയിച്ചില്ല. പക്ഷെ വീണിടത്തുനിന്ന് ചിലപ്പം പൊങ്ങി വരാൻ ഒരുപാട് സമയം എടുക്കും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ എടുക്കും. എന്നാൽ പോലും വീണിടത്തുനിന്ന് മെല്ലെ മെല്ലെ പൊങ്ങി വന്നിട്ട് ഈ റാങ്ക് എത്തിയിട്ടുള്ള വ്യക്തി തന്നെയാണ് ഞാൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും സുധാമടൊക്കെ എന്തൊരു ഈസി ആയിട്ട് എത്തിയോ? ഒരിക്കലും അല്ല, ഒരിക്കലും അങ്ങനെ പറയില്ല. ഈസി ആയിട്ട് എത്തിയതല്ല. ഒരു ബിസിനസ് ആയിക്കോട്ടെ, എന്തൊരു മേഖലയാണെങ്കിലും അവിടെയൊക്കെ ഒരു താഴ്ചയുണ്ട്, ഉയർച്ചയുണ്ട്. ഏതൊരു താഴ്ചയ്ക്കും ഒരു ഉയർച്ച ഉണ്ടാവും. അത് നമ്മളെ മനസ്സിലുണ്ടാവണം.
എന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ ടോപ്പ് റാങ്ക് കിട്ടുക. അപ്പൊ 50 ലക്ഷം കിട്ടിയാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നും ആർക്കും ഇല്ല. നമ്മളെ രഞ്ജുവാർ സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണിത്. 50 ലക്ഷം കിട്ടിയാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നും ഒരു സാധാരണക്കാരനും ഇല്ല. എനിക്കും നമ്മളെ ഷിസാറ് ഒരു സാധാരണ ഒരു വ്യക്തിയാണ്. ആൾക്ക് 50 ലക്ഷം ഇപ്പൊ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ്. ഈസി ആയിട്ട് ഒന്നും അല്ല സാർ ഈ ഒരു 50 ലക്ഷം. അതേപോലെ നമ്മളെ ഗ്രേറ്റ് ലീഡേഴ്സ് എല്ലാവരും, നമ്മളെ റിജു സാർ ആയിക്കോട്ടെ, അതുൽനാഥ് സാർ ആയിക്കോട്ടെ, രഞ്ജുവാർ സാർ ആയിക്കോട്ടെ, എല്ലാവരും, വിപിൻ സാർ, എല്ലാവരും അതെ, ആരും എടുത്തു പറയുന്നില്ല, എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ഈ ഒരു 50 ലക്ഷം ആയാലും 1 കോടി ആയാലും നേടിയെടുത്തിട്ടുള്ളത്. ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മനസ്സ് വെച്ചാൽ നമ്മളെ മനസ്സും ശരീരവും ഒരേപോലെ നമ്മൾ ഇതാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഫിജിക്കാർട്ട് എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അതേപോലെ തന്നെ ഈ ബിസിനസ് വന്നതിന് ശേഷം ഇപ്പൊ അച്ചീവ്മെന്റ്സുകൾ എന്തൊക്കെ നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു, ഗോവ എനിക്കൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് എന്റെ ജീവിതത്തിൽ. പുറത്തേക്ക് അതേപോലെ തന്നെ ഒരുപാട് ട്രെയിനിങ്ങുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വലിയ വലിയ ആളുകളെ ട്രെയിനിങ്ങുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്റെ ടീമിനെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിക്കാനും പറ്റിയിട്ടുണ്ട്. ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പേഴ്സണാലിറ്റി, ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല എന്ന് പറഞ്ഞു. നമുക്ക് സംസാരിക്കണം. ഈ ഒരു ബിസിനസ് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്കറിയാം, ഒരു ആളെടുത്ത് പോയിട്ട് നമ്മൾ സംസാരിക്കണം. അതില്ലാതെ മാറി നിൽക്കുന്ന ആളുകൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെ? നമുക്കറിയാം ഒരു വ്യക്തിന്റെ അടുത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. ആ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ നമുക്ക് ഡിജിറ്റൽ അക്കാദമി വഴി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ നിങ്ങളെ വീട്ടിലിരുന്നിട്ട് നിങ്ങളെ ഫോണിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഈ ഒരു ബിസിനസിനെ പറ്റിയിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ, അതേപോലെ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ, അതേപോലെ നമ്മളെ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ, BOPകൾ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വിജയം ഉണ്ടാവില്ല. ഒരിക്കലും, ഞാൻ തീർത്ത് പറയുന്നു, ഒരിക്കലും നിങ്ങൾക്ക് വിജയം ഉണ്ടാവില്ല. കാരണം ഇപ്പോഴും ഓരോ ട്രെയിനിങ്ങും ഓരോ ആളുകൾ എടുക്കുന്ന സമയത്ത്, ഓരോ ലീഡേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടാനുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഞാനും ഫിജിക്കാരനെ പറ്റി പഠിക്കാനുണ്ട്. ഏത് ട്രെയിനിങ് ആയിക്കോട്ടെ എന്നെ കൊണ്ട് പറ്റുന്ന സമയത്ത് ഞാൻ അറ്റൻഡ് ചെയ്യും. ഇപ്പൊ ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് എനിക്കൊരു ട്രെയിനിങ്ങിന് പോവാണ്ട്. അത് എനിക്ക് വേണമെങ്കിൽ പോവാതിരിക്കാം. എനിക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും അതിൽ പറയുന്നത്. പക്ഷെ അവിടെ പറയുന്നതിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് ഞാൻ ഇതുവരെ കേൾക്കാത്ത ഒരു പോയിന്റ് ഉണ്ടാവും. അത് കിട്ടാൻ വേണ്ടിയിട്ട് എവിടെ വേണമെങ്കിലും പോവാൻ ഞാൻ തയ്യാറാണ്. അതേപോലെ തന്നെ നിങ്ങളും തയ്യാറാവാം. നമ്മൾ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തത് എന്തിനാന്നുള്ള ഒരു ബോധം നമുക്ക് വേണം, നമ്മളെ മനസ്സിൽ വേണം. നമ്മളെ വീട്ടുകാരെ, അതേപോലെ എനിക്ക് എന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, എനിക്ക് എന്റെ മക്കൾക്ക് ഒരു വാങ്ങിക്കൊടുക്കാൻ എന്റെ കയ്യിൽ ഒരു പൈസ ഇല്ലായിരുന്നു. ഒരു 5 രൂപ വേണമെങ്കിൽ എന്റെ ഹസ്ബൻഡിന്റെ കീശേന്ന് എടുക്കൂല, പക്ഷെ ചോദിച്ചിട്ട് വാങ്ങേണ്ട ഒരു ഇതായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ അതിൽ എനിക്ക് വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. ആള് തരും ചെയ്യായിരുന്നു. പക്ഷെ അതൊന്നുമല്ല, നമുക്ക് ഓരോരുത്തർക്കും ഞാനൊരു ലേഡിയാണ്, എനിക്ക് എന്റെ കയ്യിൽ നിന്ന് എന്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു മിഠായി എങ്കിലും വാങ്ങിക്കൊടുക്കാൻ ഒരു പൈസ എടുക്കാൻ പറ്റിയില്ലേ, സ്വന്തമായിട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിലേക്ക് ഭയങ്കര ബഹുമാനമുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ ഞാൻ ഫാഷൻ ഡിസൈനർ ആയിരുന്നു എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് ഒരു തയ്ച്ചു കൊടുത്ത സമയത്ത് ഫസ്റ്റ് എനിക്ക് ഒരു 100 രൂപ കിട്ടിയ സമയത്തുള്ള എന്റെ സന്തോഷം എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത സന്തോഷം തന്നെയാ. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഇപ്പൊ ഞാൻ ഡെയിലി പണിക്ക് പോകുന്ന ഓരോ ലേഡീസിന്റെ അടുത്ത് പറയാം, പാർട്ട് ടൈം ആയിട്ട് നമ്മളെ ബിസിനസ് ചെയ്യാം, പണിക്ക് പോകണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ പറയാണ്, രാവിലെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. 8 മണി എന്ന് പറയുന്ന സമയത്ത് പഞ്ചിങ് ചെയ്യാൻ അവിടെ ഒരു സെക്കൻഡ് ലേറ്റ് ആയാൽ ആ പഞ്ചിങ് മെഷീൻ ഓഫായി പോകുന്ന സമയത്ത് നിങ്ങളെ മനസ്സ് എന്ന് പറയുന്നത് എത്രത്തോളം വിഷമമുള്ളതാണ്. ഒരുപാട് ആൾക്കാരെ അനുഭവങ്ങൾ ഞാൻ കേട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു 12,000-നും 15,000-നും വേണ്ടിയിട്ട് രാവിലെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് മക്കളെയും വീട്ടുകാരെയും ഒക്കെ രാവിലെ 4 മണിക്കും 3 മണിക്കും ഒക്കെ എണീറ്റ് ഫുഡും ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാതെ ഓടി ചെന്നിട്ട് പഞ്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പൊ എന്റെ മുന്നിലുണ്ടാവും. ചെയ്യണ്ടെന്നല്ല പറയുന്നത്, ചെയ്യണം. നമ്മളെ ആവശ്യത്തിന് നമുക്ക് പൈസ കിട്ടിയേ പറ്റൂ. പക്ഷെ ഈ ഒരു ബിസിനസ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം 1 മണിക്കൂറാണ്, 1 മണിക്കൂർ നിങ്ങൾ ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നിങ്ങളെ സമയം ചെലവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ നേരം കൊണ്ട് നിങ്ങൾക്ക് 2,000 രൂപ, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ നേരം കൊണ്ട് അതിലും കൂടുതൽ. ഇപ്പൊ ഡെയിലി 30,000 എന്ന് നമ്മൾ പറഞ്ഞു, നമ്മൾ വിചാരിക്കും അത് കിട്ടുമെന്ന്. എനിക്ക് കിട്ടിയിട്ടുണ്ട് ഡെയിലി 30,000. സാധാരണ ലേഡിയല്ലേ ഞാൻ, അല്ലേ? എനിക്കും കിട്ടിയിട്ടുണ്ട്, എന്റെ ടീമിൽ ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 50,000 ബൈക്ക് ഫണ്ട് അതും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 5 ലക്ഷത്തിന്റെ കാർ ഫണ്ട് അതും ഞാൻ വാങ്ങും. അത് 50 ലക്ഷം അതും വാങ്ങും എന്ന ഉറച്ച ഒരു വിശ്വാസം എനിക്കുണ്ട്.
അപ്പൊ ഡെയിലി ഇങ്ങനെ ജോലിക്ക് പോകുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്, എത്ര ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടാണ് ഈ 12,000 മാസത്തില് ഈ 30 ദിവസം നമ്മൾ എത്രയും ബുദ്ധിമുട്ടിയാൽ മാത്രമേ ഈ ഒരു പൈസ നമുക്ക് കിട്ടുള്ളൂ. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമയം ചെലവാക്കുന്നത്. ആ ഒരു ഷോപ്പിലുള്ള മുതലാളിമാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമയം ചെലവാക്കുന്നത്. അത് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവാക്കുകയാണെങ്കിൽ ആ ഒരു സമയം, ആ ഒരു ഇത്രയും ഈ ഒരു 30 ദിവസത്തെ എത്രയും മണിക്കൂർ ഉണ്ടെങ്കിൽ ആ അത്രയും മണിക്കൂർ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ കുടുംബത്തിനെ നമുക്ക് നോക്കാം. ഫിജി കാർഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മളെ കാര്യങ്ങൾ എന്തായാലും നമുക്ക് ആ ഒരു എത്ര സമയമാണോ നമ്മൾ ഇതിനു വേണ്ടി ചെലവാക്കിയത് അത്രയും സമയത്തെ ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ഒരു ഫിക്സഡ് വരുമാനം അല്ല നമുക്ക് ഒരു മാസം കിട്ടുക. എനിക്ക് തീരുമാനിക്കണം ഇന്ന് എനിക്ക് 30,000 കിട്ടണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് നമ്മളെ എല്ലാരും മുന്നിലുള്ളത്. എന്റെയും നിങ്ങളെയൊക്കെ മുന്നിൽ കൈ കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഒരു മേഖല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ദൈവ സ്പർശമുള്ള ബിസിനസ് ആണ് ഫിജിക്ക.com എന്ന് പറയുന്നത്. ഇന്ന് എനിക്ക് ഒന്നിനും പറ്റുന്നില്ല, ഞാൻ എന്റെ വീട്ടുകാര്യങ്ങൾ നോക്കി എന്റെ മക്കളെ നോക്കി എന്റെ വീട്ടിലിരിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് കിടന്നുറങ്ങണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഡെയിലി എന്ത് ചെയ്യണം എന്ന് നിങ്ങളോട് ആരും പറയില്ല. പക്ഷെ നമ്മളെ ലീഡേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഡെയിലി ഇന്നെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കാലയളവിൽ വിജയിക്കാൻ പറ്റൂ എന്നുള്ളത്. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു മണിക്കൂർ കൊണ്ട് 2,000 രൂപ എനിക്ക് കിട്ടിക്കഴിഞ്ഞാല് ഞാൻ നാളെ ഇരിക്കുവോ? നാളെ ഞാൻ ഓടൂലേ? അത് കഴിഞ്ഞിട്ട് നാളെ ഞാൻ 2 മണിക്കൂർ ഓടൂലേ? ഇല്ലേ? ഞാനും നിങ്ങളും ഒക്കെ അങ്ങനെ തന്നെയല്ലേ? അപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ള ആള് തന്നെയാണ് ഞാൻ. അപ്പൊ നിങ്ങളോടൊക്കെ പറയാണ്, നിങ്ങളെ സമയം ആർക്ക് വേണ്ടിയിട്ടും കാത്തു നിൽക്കൂല. 24 മണിക്കൂറേ ഉള്ളൂ എനിക്ക്. ഇപ്പൊ എത്രയോ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്റെ മോള് പ്രസവിച്ച് കിടക്കുന്ന സമയത്തൊക്കെ എത്രയോ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ കൂടെ പറ്റുന്നതെന്നുള്ളത്. പക്ഷെ നമ്മൾ സമയം ഉണ്ടാക്കണം. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം ഉണ്ടാക്കണം. 24 മണിക്കൂറേ ഉള്ളൂ എനിക്കും നിങ്ങൾക്കും ഒക്കെ. 24 മണിക്കൂറേ ഉള്ളൂ. അതിൽ കൂടുതൽ സമയമൊന്നും 30 മണിക്കൂറൊന്നും എനിക്കില്ല, അതേപോലെ ആർക്കും കിട്ടൂല. പക്ഷെ ആ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്നുള്ളത് നമ്മളൊരു ചാർട്ട് ചെയ്തിട്ട് നമ്മളെ ജീവിതത്തിനെ ക്രമീകരിച്ചിട്ട് ഒരു ചാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ രീതിയിൽ പോകാൻ പറ്റും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എന്റെ എക്സ്പീരിയൻസ് മാത്രമേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കിയിട്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ എണീറ്റ് വരുന്നേരം ഞാൻ ചിന്തിക്കും ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമാണ്. എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ, എനിക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര വിഷമാണ്. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അപ്പോ എന്തായാലും ഇപ്പൊ നമ്മളെ കമ്പനി ആണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയ സമയത്ത് പോലും ഈ ഒരു ഇപ്പൊ ഒരുപാട് ആൾക്കാർ, ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയാണ്, ഒരുപാട് ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. കാരണം അതിൽ ഞാൻ സന്തോഷിക്കുക ചെയ്യുന്നത്. കാരണം എന്താണെന്നറിയോ, ഫിജി കാർഡ് എന്ന് പറയുന്ന ഈ ഒരു വലിയ പ്രസ്ഥാനത്തിലൂടെ ഈ ഒരു MLM എന്ന് പറയുന്ന ഈ ഒരു മേഖല ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്നുള്ളത് എന്നെ മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് എന്റെ പിന്നിൽ. ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ചിരിച്ചോണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം എന്താ പറയുക, ഒരുപാട് കമ്പനീസ് ഉണ്ട് വേറെ. ഒരുപാട് കമ്പനീസ് എന്നുള്ള ആളുകൾ നിരന്തരം വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, മെസ്സേജ് ആയിട്ടും ഒക്കെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. കാരണം അങ്ങോട്ട് വരണം ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമേ ഉള്ളൂ, ഫിജി കാർഡ് എന്ന് പറയുന്ന ഈ ഒരു ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിന്റെ ബിസിനസ് എത്ര കാലത്തോളം ഉണ്ടാവും, അത്രയും കാലത്തോളം എനിക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ ഞാൻ ഈ ഒരു ബിസിനസ്സിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിന്ന് വേറെ എന്തിലേക്ക് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അത് എന്നെ കിട്ടൂല, ഞാൻ ചെയ്യൂല. എന്നോട് സംസാരിക്കുന്ന സമയം നിങ്ങൾക്ക് പുറത്ത് വേറെ എവിടെങ്കിലും സംസാരിച്ചിട്ട് സമയം ഓർക്ക് വേണ്ടി ചെലവാക്കി എന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല, ഞാൻ ചെയ്യൂല. ആ ഒരു രീതി തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ അറിയുന്നോണ്ട് അല്ലെ? അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അത് ഓരോ ഇഷ്ടം, ഓര് പറയുന്നത്, നമ്മളെ ഇഷ്ടം നമ്മൾ പറയുന്നത്, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ നമ്മൾ നേടിയെടുക്കണം. നമുക്കറിയാം നമ്മളെ മാനേജ്മെന്റ് ബോബി സാറ് ഒരുപാട് കൊല്ലത്തെ ബിസിനസ് പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ഒരിക്കലും എന്താ പറയാ, ഫിജി കാർഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ആളെ സമയവും ആളെ പൈസയും ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം കണ്ടിട്ട് തന്നെയാ. ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ്. നമുക്കറിയാം, ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്. ആളെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ എല്ലാം ചഗ് വീഡിയോസ് ആണെന്നുള്ള ഒരു എന്താണ് നമ്മളെ പുറത്തുള്ള ആളുകൾക്ക്. പക്ഷെ അതിൽ കൂടി ഒരു പ്രൊമോഷൻ ആണ് ചെയ്യുന്നത്. അതാർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആളെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്.
ഇപ്പൊ ഈ പറയുന്ന ആളുകളെ കയ്യിലൊന്നും ഒരു പൈസയില്ല. അപ്പൊ ഞാനും ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മളെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ, നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യമൊക്കെ എനിക്ക് തോന്നിയിരുന്നു, ഓരെന്ത് പറയും ഇവരെന്ത് പറയും എന്ന് വിചാരിച്ചിട്ട് മാറി അങ്ങനെയൊന്നും പേടിച്ച് നിന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നേ ഇല്ല. ഫിജിക്കാർഡ് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസിന് വേണ്ടിയിട്ട് പാതിരയ്ക്ക് പോലും ഞാൻ എന്റെ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്നത് എവിടെയാണെങ്കിലും, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല, ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുന്നത് മോശപ്പെട്ട ഒരു രീതിയിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ പലരെയും പേടിക്കേണ്ട കാര്യമുണ്ട്, അല്ലെ? പല ആളുകളെയും പേടിക്കണം. ഞാനൊരു ലേഡിയാണ്, എനിക്കൊരു ലിമിറ്റ് ഉണ്ട്, എന്നാൽ പോലും പല ആളുകളെയും പേടിക്കേണ്ട കാര്യമുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും, എത്ര രാത്രിയാണെങ്കിലും അല്ലെങ്കിൽ ഏത് സമയത്താണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ മനസ്സിനെ തൃപ്തിപ്പെടുത്തിയിട്ട്, നമ്മളെ മനസ്സിനോട് നമ്മൾ തെറ്റായിട്ടുള്ളതല്ല ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ അങ്ങനെയാണ്. എന്തിനാ ആരെയും പേടിച്ച് നിൽക്കുന്ന? ഒരാരെയും നമുക്ക് എന്തെങ്കിലും കൊണ്ടുതരുമോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും കൊണ്ട് തരൂല. ഈ പറയുന്ന വ്യക്തിക്ക് എന്തിനാണ് അത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്, അത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, അത് എന്തിനാ വെറുതെ അതിൽ പോയി ചാടിയത് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരാരെങ്കിലും എന്തെങ്കിലും കൊണ്ടുതരുമോ? എന്തെങ്കിലും ഒരു വയ്യാത്ത സമയത്ത് അവരാരെങ്കിലും എന്തെങ്കിലും കൊണ്ടുതരുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ചോദിക്കട്ടെ ഞാൻ, ആരെങ്കിലും കൊണ്ടുതരുമോ? അനുഭവം ഉണ്ടായിട്ടുണ്ട്, എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മളൊക്കെ ആരും ഉണ്ടാവില്ല, കുടുംബക്കാർ പോലും ഉണ്ടാവില്ല. നമുക്ക് നമ്മള് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളെ കയ്യിൽ, നമ്മളെ ബാങ്ക് ബാലൻസിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആളുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും നമ്മളെ ചുറ്റിലും ആളുണ്ടാവില്ല. ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് ഒറ്റപ്പെടുത്തിയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുടുംബം പോലും ഒറ്റപ്പെടുത്തിയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്റെ അനുഭവത്തിൽ കൂടിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഈ പറയുന്ന വ്യക്തികൾ ഒന്നും കൊണ്ടുതരില്ല. അപ്പൊ എന്റെ അനിയന്റെ കാര്യം, എന്റെ സ്വന്തം ചോരയായിട്ടുള്ള എന്റെ അനിയന്റെ കാര്യം തന്നെ ഞാൻ പറയാം. എനിക്ക് അതിനൊരു മടിയില്ല കേട്ടോ. അനിയനെ കുറ്റപ്പെടുത്തി അങ്ങനെയൊന്നും വിചാരിക്കരുത് ആരും. പക്ഷെ എന്റെ അനുഭവം പറയുന്ന സമയത്ത് എനിക്ക് അത് പറഞ്ഞേ പറ്റൂ. ആള് കുറെ കാലമായിട്ട് ഗൾഫിലുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഒരു ഫോർ വീലർ വാങ്ങണം. അപ്പൊ ഞാൻ വാങ്ങുമെന്ന് പറഞ്ഞ സമയത്ത് ആള് ഞാൻ വാങ്ങും എന്തായാലും, അതിനെക്കാട്ടും വലുത് വാങ്ങുമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിലൊരിത്, ആ എന്റെ അനിയൻ വാങ്ങുന്നതിന്റെ മുന്നേ എന്റെ അമ്മേനെ ഞാൻ എന്റെ സ്വന്തം പേരിലുള്ള കാറിൽ എനിക്ക് കയറ്റി കൊണ്ടുപോകണം ഒരു വാശി എനിക്ക് വന്നു. എവിടുന്നാണെന്ന് അറിയില്ല, ഒരു വാശി എനിക്ക് വന്നു. ആ വാശി വന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ നമ്മളെ കമ്പനീന്റെ 5ാമത്തെ റാങ്ക് എത്തിയ സമയത്ത് ഒരു 4 വീലർ എന്റെ സ്വന്തം പേരിൽ ഞാൻ സ്വന്താക്കി. അപ്പൊ തീരെ വിചാരിച്ചില്ല എന്റെ അനിയട്ടോ അങ്ങനെ ഒരു കാര്യം ഞാൻ വാങ്ങും എന്നുള്ളത്. കാരണം ഞാൻ ഒരു മനുഷ്യനോട് മിണ്ടാത്തൊരു ആളായിരുന്നു. എന്നെ കൊണ്ടൊന്നും ഒന്നും പറ്റൂല, ഞാനൊക്കെ വെറും വേസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് തള്ളിയിട്ടുള്ള ഒരാളാണ്. അപ്പോ നമുക്കറിയാം, നമ്മൾ എന്തിലേക്കെങ്കിലും എത്തിപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്തൊക്കെ ഉള്ളിൽ കഴിവുണ്ട് എന്നുള്ളത് നമുക്ക് എന്തിലെങ്കിലും ഒരു ഇതിൽ എത്തിപ്പെട്ടാൽ മാത്രമേ നമുക്ക് അത് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോ അത് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് എനിക്കൊരു വാശി ഉണ്ടായി. ഞാൻ 4 വീലർ എടുത്തു, പുതിയ എടുത്തിട്ട് എന്റെ അനിയൻ വീട്ടിലുള്ള ദിവസം തന്നെ എടുത്തിട്ട് എന്റെ വീട്ടിലെ മുറ്റത്ത് അവിടെ കൊണ്ടുപോയിട്ട് അമ്മേനെയും കയറ്റി അമ്പലത്തിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ എനക്ക് അതൊക്കെ പറ്റൂലെന്ന് വെച്ചു. പിന്നെ എനിക്ക് വിചാരിച്ചാ പറ്റണ്ടേ. ഇതേപോലുള്ള മനസ്സിൽ തീയും വെച്ച് നടക്കുന്ന എത്ര ലേഡീസ് എന്റെ മുന്നിലുണ്ട്, എത്ര ആളുകളുണ്ട്. വീട്ടിൽ നിന്ന് നമ്മളെ എന്താ പറയാ ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ടുള്ള, എന്നെയൊക്കെ അടുക്കളപ്പണി എടുക്കാൻ മാത്രമേ കൊള്ളുള്ളൂ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എത്ര ആളുകൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ലേഡീസിന് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടോ എനിക്കറിയാം, ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങളോട് ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങളെ ഉള്ളില് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു തീ ഉണ്ടെങ്കിൽ അതിനെ ആളിക്കത്തിക്കുക. ഒരിക്കലും അതിനെ വെള്ളമൊഴിച്ച് കെടുത്തരുത്. കെടുത്തിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതം അവിടെ തീർന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരിക്കലും എന്റെ ഉള്ളിലുള്ള ആ ഒരു ആളിക്കത്തുന്ന ആ ഒരു തീനെ ഒരിക്കലും ഞാൻ കെടാൻ അനുവദിക്കൂല. നമ്മൾ അനുവദിക്കരുത്. എന്താ നമുക്ക് എന്താ നടക്കാത്തത്? ഇപ്പൊ ലേഡീസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പൊ എത്രയോ മേഖലകളിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തുകൊണ്ട് നടക്കാത്തത്? നമ്മളെപ്പോഴും വിചാരിക്കും, അയ്യോ നമുക്ക് നമ്മളെ കുട്ടികളെ, നമ്മളെ ഭർത്താവ്, അവരെ കാര്യം നോക്കണം, അത് നോക്കണം, ഇത് നോക്കണം, എനിക്ക് അത് കഴിഞ്ഞിട്ടേ എന്റെ ജീവിതം. ഞാനും അതേപോലെ തന്നെയുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. പക്ഷെ നമുക്കിപ്പോ എനിക്കിപ്പോ ഒരു ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാന് ഇപ്പൊ നിങ്ങളെയൊക്കെ അതെ, ഞാനും നിങ്ങളും ഒക്കെ അങ്ങനെ തന്നെയായിരിക്കും. ഞാൻ ജെൻസ് ഒന്നും ഇതാക്കണ്ട, ഞാൻ ലേഡീസിനോട് പറയുന്നത് വേറെ ഒന്നുമല്ല. ഞാനൊരു സാധാ ലേഡി ആയതുകൊണ്ട് മാത്രമാണ് പറയുന്നത്, അല്ലാതെ ജെൻസിനെ മാറ്റി നിർത്തിയിട്ട് ഒന്നും പറയല്ല. എല്ലാരും എനിക്ക് ഒരേപോലെയുള്ള ആളുകൾ തന്നെയാണ്. അപ്പൊ ഒരു കടയിൽ പോയിട്ട് ഞാൻ എത്രയോ പ്രാവശ്യം
ഞാൻ ആ തിരിച്ചും മറിച്ചും നോക്കിയിട്ടുണ്ട്. ആ ഡ്രസ്സിന്റെ വിലയാണ് നോക്കുന്നത്. വില നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഉള്ള എന്റെ ഹസ്ബൻഡിന്റെ കീശയിൽ പൈസ ഉണ്ടോ നോക്കിയിട്ട് തന്നെ ഞാൻ ആ സാധനം വാങ്ങിയുള്ളൂ. കാരണം എന്റെ ഹസ്ബൻഡ് ഒരുപാട് പ്രാവശ്യം എന്നോട് ചോദിച്ചിരുന്നു എന്താ അത് വാങ്ങാത്തത്. ഞാൻ എനിക്ക് ഇഷ്ടായില്ല. പക്ഷെ ഇഷ്ടാവാഞ്ഞിട്ടാണോ വാങ്ങാത്തത്? അതിന്റെ വില കണ്ട സമയത്ത് എനിക്ക് തോന്നി അത്രയും വിലേന്റെ സാധനം ഇടാനുള്ള സാഹചര്യം എനിക്കില്ല. അതുകൊണ്ട് അത് എനിക്ക് ഇഷ്ടായില്ല. അത്ര തന്നെ. പക്ഷെ ഈ ഒരു ബിസിനസ്സിലൂടെ ബിസിനസ് വന്നതിന് ശേഷം എന്റെ അക്കൗണ്ടിലേക്ക് വരുമാനം എത്തിയതിനു ശേഷം ഞാൻ എനിക്കും എന്റെ മക്കൾക്കും അതേപോലെ എന്റെ അമ്മയ്ക്കും പാവം എന്റെ അച്ഛനും ഒന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല. എന്റെ എനിക്കൊരു വരുമാനം ഉണ്ടാക്കിയിട്ട് എന്റെ അച്ഛൻ എനിക്ക് ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല. എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. എന്നാലും എന്റെ ഈ വിജയത്തിൽ അച്ഛൻ എവിടെ നിന്നെങ്കിലും സന്തോഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇത് മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. കാരണം എന്റെ അച്ഛന്റെ ഒരു ശക്തി എന്റെ പിന്നാലെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഓരോരോ കാര്യത്തിലും എന്ത് കാര്യത്തിലായിക്കോട്ടെ എനിക്ക് മുന്നോട്ടുള്ള ഒരു പ്രചോദനം കിട്ടുന്നത് എന്റെ അച്ഛന്റെ ഒരു ശക്തി എന്റെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. പിന്നെ നമ്മളെ കഠിനാധ്വാനം അല്ലെ, ഒരു ശക്തി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ആ ശക്തി മാത്രം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകില്ല. അതിൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യണം. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഈ ഒരു ഫിജിക്കാർഡ് എന്ന് പറയുന്ന ഇതിൽ ഈ ഒരു റാങ്ക് എത്തിയിട്ടുള്ളതും അതേപോലെ തന്നെ എല്ലാ അച്ചീവ്മെന്റ്സ് ഇനി അങ്ങോട്ടും അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കാനും ഈ ഒരു ശക്തി ആയിക്കോട്ടെ ഇതിന്റെ കൂടെ ഉണ്ടെന്നുള്ളത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ നിങ്ങളിലും ഒരുപാട് വിശ്വാസങ്ങൾ ഉണ്ടാവും. ആ വിശ്വാസങ്ങളും കൂടെ നമ്മളെ പ്രയത്നവും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും ഫിജിക്കാർഡ് എന്നല്ല ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോ പിന്നെന്ന് പറയുന്നത് നമ്മളെ ബിസിനസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ ബിസിനസ് എന്ന് പറയുന്നത് നമുക്കറിയാം ബോബി സാർ ചാരിറ്റി ചെയ്യുന്ന ആളാണ്. അപ്പോ അതിലൂടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ചാരിറ്റി ബിസിനസ് തന്നെയാണ് ഫിജിക്കാർഡ്.com ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാനൊരു ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകളെ ഈ ഒരു ബിസിനസ്സിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും ഒരു ചാരിറ്റി പോലെ തന്നെയാണ്. നമുക്കൊരു സഹായം, നമുക്ക് കിട്ടിയ ഒരു ബിസിനസ് അതേപോലെ നമുക്ക് പൈസ കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു ബിസിനസ് വേറൊരാളിലേക്ക് കൊടുക്കുന്ന സമയത്ത് അവർക്കും കൂടെ കിട്ടട്ടെ എന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അവർക്കും കൂടെ കിട്ടട്ടെ എന്നുള്ളൊരു മനസ്സ് നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അല്ലെ. ഞാനും അങ്ങനെ തന്നെയാണ്. ഞാൻ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട്. പൈസ കൊടുത്തിട്ടും അല്ലാതെയും ഒക്കെ സഹായിച്ച് അതിന്റെ പൈസ കൊടുത്തിട്ടും നമ്മളെ വീടിന്റെ ആധാരമൊക്കെ പണയം വെച്ചിട്ടും ഒക്കെ ഒരുപാട് ആൾക്കാരെ സഹായിച്ചതിന്റെ ഭാഗമായിട്ട് കടത്തിലായിട്ടുള്ള വ്യക്തികളാണ് ഞങ്ങള്. അതിനൊന്നും നമുക്ക് ഒരു വിഷമം വിചാരിക്കണ്ട. കാരണം അവരെ വിഷമം കണ്ടിട്ട് നമ്മൾ കൊടുത്തു. ഓക്കെ, അത് നമ്മൾ ചെയ്യേണ്ട കാര്യം. അങ്ങനെ കൊടുത്തതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കടത്തിലായിട്ടുള്ള വ്യക്തികളാണ് ഞാനും എന്റെ ഹസ്ബൻഡും ഒക്കെ. ഇപ്പോഴും കൊടുത്തോണ്ട് നിൽക്കുന്നുണ്ട്, കൊടുക്കുന്നില്ല എന്നല്ല പറയാം. പക്ഷെ ഇപ്പൊ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് കടം ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയം പറയും കടം തരൂല, പക്ഷെ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, കടം തരൂല, പക്ഷെ ഒരു ബിസിനസ് തരാം. ഈ ബിസിനസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ പൈസ ഉണ്ടാക്കാം, കൂടെ സപ്പോർട്ടായിട്ട് ഞാനുണ്ട്. ആ ഒരു വാക്കാണ് ഞാൻ കൊടുക്കുന്നത്. അല്ലാതെ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഫിജിക്കാർഡ് ചെയ്യുന്നില്ല, എന്റെ അടുത്ത് പൈസ ഇല്ലേ എന്ന് ചോദിക്കും ഓരോരുത്തർ കടം ചോദിക്കുന്ന സമയത്ത്. ഫിജിക്കാർഡ് ചെയ്യുന്നുണ്ട്, എന്റെ കയ്യിൽ പൈസ ഉണ്ട്. ഫിജിക്കാർഡിലൂടെ കിട്ടുന്ന പൈസ ഒരാൾക്കും ഞാൻ കടം കൊടുക്കൂല. എനിക്ക് ബിസിനസ് തരാം, ബിസിനസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിക്കോ, ഞാൻ പൈസ ഉണ്ടാക്കിയെന്ന പോലെ തന്നെ എത്രയോ എന്റെ കൂടെ ഇപ്പൊ നിങ്ങൾ ഫസ്റ്റിൽ വന്ന ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ഒരു ഫസ്റ്റ് റാങ്ക് എത്തിയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഞാൻ പറയാണ്, നമ്മളിപ്പോ വിചാരിക്കും നമ്മളെ ഫ്രണ്ട്സ് നമ്മളെ കൂടെ നിൽക്കും, നമ്മളെ റിലേറ്റീവ്സ് നമ്മളെ കൂടെ നിൽക്കും, അവര് നമ്മളെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവും ലിസ്റ്റ് ഇടുന്ന സമയത്ത്. പക്ഷെ എനിക്ക് ഈ നാട്ടില് ഞങ്ങളൊരു 6 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാനടക്കം ഒരു 6 പേരുണ്ടായിരുന്നു. അവരെല്ലാരും എന്റെ കൂടെ നിൽക്കുന്നു വിചാരിച്ചിട്ട് തെറ്റിദ്ധരിച്ചിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അതിൽ ഒരാള് മാത്രമേ എന്റെ കൂടെ ബിസിനസ്സിൽ നിന്നിട്ടുള്ളൂ. ബാക്കി ആളുകളൊക്കെ ഈ പറയുന്ന എന്താ പറഞ്ഞാല് കുറച്ചു കാലം ഞാൻ ബിസിനസ്സിൽ മാറി നിന്ന സമയത്ത് അവരെ കൂടത്തുനിന്ന് മാറി നിന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല് ഓള് വലിയ പൈസക്കാരിയല്ലേ, ഓക്കെ ഇപ്പൊ ബിസിനസ് ഒക്കെ ആയിട്ട് നടക്കുന്നതല്ലേ, ഏത് കാലത്ത് നമ്മളെ ഫ്രണ്ട്സിന്റെ കൂടെ തോളിൽ കൈ വിട്ടിട്ട് ഓരോ കാര്യത്തിൽ പിന്നെ ടൂറ് പോവാ അത് പോവാ നിന്നിട്ട് നമുക്ക് എന്ത് കിട്ടാനാ, ഒന്നും കിട്ടാനില്ല. ഞാൻ അങ്ങനെ എന്റെ മനസ്സിൽ അങ്ങനെ വിചാരിച്ച് മാറി നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവര് ആഘോഷിക്കണം, നമുക്ക് ജീവിതം ആഘോഷിക്കണം, വേണ്ടാന്നല്ല പറയുന്നത്. പക്ഷെ ഫുള്ള് ആഘോഷമായി പോയാൽ അതും ഇതല്ലേ, നമ്മളെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് നമ്മളിങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ ആഘോഷിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ അതിന് എന്ത് ഇതാണല്ലേ. ഞാൻ അതിന്നൊക്കെ മാറി നിന്ന് അപ്പൊ നമ്മള് വലിയ പൈസക്കാരിയായിപ്പോയി, നമ്മളെ വലിയ ബിസിനസ്സുകാരിയായിപ്പോയി, ഞങ്ങളൊന്നും വേണ്ട, ആയിക്കോട്ടെ കുഴപ്പമില്ല,
ആയിക്കോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ തീരുന്ന ബന്ധങ്ങൾ, അങ്ങനെ പോകുന്ന ബന്ധങ്ങൾ അച്ഛൻ പോട്ടെ. അങ്ങനെ ചിന്തിച്ചൂടെ എല്ലാവർക്കും? നമ്മളെ ഫ്രണ്ട്സിനെ മാത്രം ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ അയ്യോ ഒരു പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ ബിസിനസ് ചെയ്യുന്നില്ല, അങ്ങനെ തീരുമാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ ഞാനിപ്പോ ഈ ഒരു റാങ്ക് എത്തൂല, ഈ ഒരു റാങ്കില് അല്ലെങ്കിൽ ഇത്രയും വരുമാനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റൂല. പക്ഷെ ഞാൻ ചിന്തിച്ചത് എന്താ പറഞ്ഞാല്, ഇനി അവർക്ക് വേണമെങ്കിലും എന്തെങ്കിലും സഹായങ്ങളായിക്കോട്ടെ, എനിക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ എന്റെ കയ്യിൽ പൈസ വേണം, എന്റെ അക്കൗണ്ടിൽ പൈസ വേണം. ഇപ്പൊ മക്കൾക്കായിക്കോട്ടെ വാങ്ങിക്കൊടുക്കാൻ പറ്റണമെങ്കിൽ എന്റെ കയ്യിൽ പൈസ വേണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നിങ്ങൾ ഓരോരുത്തരുടെ കയ്യിലും പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് വില ഉണ്ടാവും. പൈസ ഇല്ലെങ്കിൽ എവിടെയും ഒരു വില ഉണ്ടാവില്ല, ഒരു സ്ഥലത്തും വില ഉണ്ടാവില്ല. ഒരു കല്യാണ വീട്ടിൽ നിങ്ങൾ പോയി നോക്കി, പൈസ ഉണ്ടെങ്കിൽ മാത്രമേ മുൻനിരയിൽ നിങ്ങൾക്ക് അവിടെ ഇതുള്ളൂ, അംഗീകാരമുള്ളൂ. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പൈസ ഇല്ലാത്ത ഒരാൾക്ക് മാറ്റി നിർത്തന്നെ ചെയ്യും. ഇപ്പൊ ഇന്നലെ വരെ ഒരു പൈസക്കാരനാണ്, ഇന്ന് പൈസ ഇല്ലെങ്കിൽ ആളെയും മാറ്റി നിർത്തും ആളുകൾ, ഉറപ്പായിട്ടും ചെയ്യും. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ എവിടെയും വില ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ എന്ത് പറഞ്ഞില്ലെങ്കിൽ അതിന്റെ സ്വന്തം അനുഭവത്തിൽ കൂടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് പറയുന്നത്. പിന്നെ എന്റെ വിജയം എന്ന് പറയുന്നത്, ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം എന്റെ വിജയം ഞാൻ എടുത്തു പറയുന്നത് എന്താണ്, എന്റെ എന്താ പറയാ, ഒരുപാട് ആൾക്കാരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ വീടുകളിലേക്ക് ഞാൻ വഴി, ഞാനൊരു ഐഡിയ അടിച്ചതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇപ്പൊ ഞാൻ അടിച്ചില്ലെങ്കിലും ഒരടിക്കും, ഫിജിക്കാരുടെ എല്ലാരിലും എത്തും. പക്ഷെ എന്നാലും ഞാൻ വഴി ഒരുപാട് ആൾക്കാരെ വീടുകളിലേക്ക് ഒരു 100 രൂപ പോലും എത്തിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഏറ്റവും വലിയ വിജയമായിട്ട് അങ്ങനെ ഞാൻ കാണുന്നത്. അതേപോലെ തന്നെ ഒരുപാട് ആളുകളെ വീട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ലേഡീസിനെ ആയിക്കോട്ടെ ജെന്റ്സിനെ ആയിക്കോട്ടെ വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറക്കി കൊണ്ടുവന്നിട്ട്, ഇങ്ങനെയല്ല, ആ ലോകം മാത്രമല്ല ലോകം, പുറത്തും ഒരു ലോകം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാനും ഈ ബിസിനസ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്കും അതേപോലെ തന്നെ വീടിനുള്ളിൽ മാത്രമല്ല, വീട്ടുകാര് മക്കൾ, ഇപ്പൊ നമ്മള് കുറെ വയസ്സായി കഴിഞ്ഞാൽ നമ്മളെ മക്കളോട് ഞാനൊന്നും ചെയ്തില്ല, എന്റെ ജീവിതം എങ്ങനെയായി, അല്ലെങ്കിൽ അങ്ങനെയായി ഇങ്ങനെയായി എന്ന് നമ്മള് ഭയങ്കര കരഞ്ഞു പറയുന്ന സമയത്ത് ഓര് ചോദിക്കും, അമ്മയ്ക്ക് എന്തുകൊണ്ട് ചെയ്തൂടേനും? ചോദിക്കൂലേ? അമ്മേനെ ആരെങ്കിലും പിടിച്ചു വെച്ചീനോ? അമ്മയ്ക്ക് ചെയ്തൂടേനോ? അല്ലെങ്കിൽ ഹസ്ബൻഡ് ചോദിക്കോ, എന്നെ ആരെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ടോ, എനിക്ക് ചെയ്യേണ്ട സമയത്ത് എനിക്ക് ചെയ്തുകൂടായിരുന്നോ? ചോദിക്കൂലേ? ഉറപ്പായിട്ടും ചോദിക്കൂ. അപ്പൊ അങ്ങനെ ചോദിക്കാനുള്ള ഇടം നമ്മൾ വരുത്തരുത്. ഞാൻ എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ചോദിക്കാനുള്ള ഒരു ഇടം ഞാൻ വരുത്തൂല. കാരണം എനിക്ക് ഇപ്പം പറഞ്ഞാല് 40-48 വയസ്സായിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്തിനുള്ളിൽ എന്റെ കഴിഞ്ഞു പോയ കാലം എന്ന് പറയുന്നത് ആർക്കൊക്കെയോ വേണ്ടിയിട്ട്, എന്തിനൊക്കെയോ വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുള്ള സമയമാണ്. പക്ഷെ ഇനി അങ്ങോട്ടുള്ള സമയം എന്ന് പറയുന്നത് എത്ര കാലം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ ഇനി അങ്ങോട്ടുള്ള സമയം എന്ന് പറയുന്നത് എനിക്ക് ഫിജിക്കാർഡ് എന്ന് പറയുന്ന ബിസിനസ്സിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടിയെടുക്കാണ്ട്, അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട്. ഇനി വീട്ടിന്റെ ഉള്ളിൽ അടച്ചിട്ട് ഒരു ഇതായിട്ട് ഞാൻ നിൽക്കാൻ ഞാൻ തീരെ വിചാരിക്കുന്നില്ല, നിൽക്കൂല. ഇപ്പൊ നേരത്തെ ചൈതന്യ മാഡം പറഞ്ഞു പോലീസുകാരനാണ് എന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു. അപ്പൊ അത് ചെറിയൊരു കഥയും കൂടെ ഞാൻ പറയാം. കാരണം ഞാനൊരു 3 വർഷം കഴിഞ്ഞ് ആളിപ്പം 3 വർഷം ആയിട്ടുണ്ട് ഈ ഒരു ബിസിനസ് ആ ഒരു മേഖലയിൽ പോലീസ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ ആളൊരു കലാകാരൻ കൂടിയാണ്. പക്ഷെ എന്നാലും ആ ഒരു മേഖലയിൽ VRS എടുക്കട്ടെ എന്ന് എന്നോട് ചോദിച്ചു. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഭാര്യമാരുണ്ടാവും, എന്റെ മുന്നിൽ ഇരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല. കുറെ കാലം ആ ഒരു വരുമാനത്തിൽ നിന്നുള്ള കിട്ടിയിട്ടുള്ളതിനോട് തന്നെയാണ് ഞാൻ ആഹാരം കഴിച്ചത്. അത് മറന്നിട്ട് ഞാൻ ഒന്നും പറയല്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ചില കല്യാണപ്രായമായിട്ടുള്ള കുട്ടികൾ പറയും എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വേണമെന്ന്. ഒരിക്കലും ഞാൻ പറയാണ്, ഒരിക്കലും ഞാൻ സർക്കാർ ജോലിനെ കുറ്റപ്പെടുത്തി പറയുന്നല്ല. ഞാൻ എന്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നത്. സർക്കാർ ജോലിക്കാരനെ വേണമെന്ന് പറയും. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തിനാണ് ഇവര് സർക്കാർ ജോലിക്കാരനെ വേണമെന്ന് പറയുന്നത്? ഒരു മാസം ഇത്ര പൈസ എന്ന് വെച്ചിട്ട് കിട്ടിക്കഴിഞ്ഞാല് അത് ഒരു എന്തായാലും ഒരു 15-ാം തീയതി വരെ ആ പൈസക്ക് നമുക്ക് ലാവിഷായിട്ട് ചെലവാക്കാം. അത് കഴിഞ്ഞാല് എവിടുന്ന് കിട്ടും? പിന്നെ 1 രൂപ പോലും ഉണ്ടാവില്ല. പിന്നെ കടം വാങ്ങുന്ന ഒരുപാട് സർക്കാർ ജോലിക്കാര് ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ കടം വാങ്ങുന്ന ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ വീട്ടിലൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു പാലുകൂടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ ചെലവാക്കിയ പിന്നെ ഇല്ല നമ്മളെ അടുത്ത് ഒന്നും.
പിന്നെ സർക്കാർ ജോലിയും അതിനൊരു എക്സ്ട്രാ വരുമാനം ഉള്ള ആളുകൾക്ക് സുഖമായിട്ട് ജീവിച്ചു പോവാം. പിന്നെ നമ്മൾ ഈ ഒരു ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മള് പിന്നെ അടുത്ത മാസത്തേക്ക് നമ്മൾ ബാങ്കിൽ നിന്ന് കടം വാങ്ങും. പിന്നെ ആ കട അടയ്ക്കാം. ഇത് തന്നെയാണ് പതിവ്. അല്ലാന്ന് ഇതിന്റെ മുന്നിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വീട്ടില് വേറെ എന്തെങ്കിലും വേണം, തേങ്ങയോ അല്ലെങ്കിൽ മാങ്ങയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വേണം. എന്നാൽ മാത്രമേ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. 27 വർഷം ഒരു സർക്കാർ ജോലിക്കാരന്റെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ അനുഭവത്തിൽ കൂടിയാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ആ ഒരു വരുമാനത്തിനെ ഇതാക്കി പറയോ ഒന്നുമല്ല. ജീവിച്ചിട്ടുണ്ട് ആ ഒരു ഇത്. അപ്പൊ ആ സമയത്ത് അങ്ങനെ നിൽക്കുന്നവരാണ് നമുക്ക് ഈ ഒരു ബിസിനസ് കിട്ടിയതും ഈ ബിസിനസ് കൂടെ നമുക്ക് വരുമാനം വാങ്ങാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ട് എന്നോട് ചോദിച്ചു ഞാൻ VRS എടുക്കട്ടെ എന്ന് ചോദിച്ചു. നിങ്ങളിൽ ആരൊക്കെ സമ്മതിക്കും? ഏതൊക്കെ ലേഡീസ് സമ്മതിക്കും സർക്കാർ ജോലിയിൽ നിന്ന് VRS എടുത്തിട്ട് പോരാൻ? VRS എന്ന് പറഞ്ഞാൽ വളണ്ടറി റിട്ടയർമെന്റ്സ്, റിട്ടയർഡ് ആവുന്നതിന്റെ മുന്നേ പോരാൻ വേണ്ടിയിട്ട് ആരൊക്കെ സമ്മതിക്കും? എന്റെ നാട്ടുകാരും വീട്ടുകാരും ഒന്നും പറഞ്ഞില്ല കേട്ടോ, അവർക്കൊക്കെ അറിയാം നമ്മൾ ഫിജി കാർഡ് ചെയ്യുന്നത്. അപ്പൊ എന്റെ നാട്ടുകാർ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഈ പൊട്ടത്തരം ചെയ്തത്, നല്ലൊരു ജോലി ഉണ്ടായിട്ട് അത് ഇട്ടിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യാൻ എന്തിനാ ഈ പൊട്ടത്തരം ചെയ്തതെന്ന് എത്രയോ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ എന്തിനാ അതിന് സമ്മതിച്ചു കൊടുത്തത്? ഞാൻ സമ്മതിച്ചു. എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു മതിയാക്കണമെങ്കിൽ മതിയാക്കി കളി, കുഴപ്പമില്ല. ഭയങ്കര റിസ്ക് ഉള്ള ജോലി തന്നെയാണ്. ഏത് ജോലിയും റിസ്ക് ഉണ്ട്. പക്ഷെ എന്നാലും പോലീസ് ജോലി എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ഉള്ള തന്നെയാ. അറിയാം, എനിക്ക് ഒരുപാട് കാലം ആളെ കൂടെ ജീവിച്ചോണ്ട് എനിക്കറിയാം ഒരുപാട് റിസ്ക് ഉള്ളതാണെന്ന്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ അടുത്താണ്, ഒരു സർക്കാർ ജോലിയിൽ നിന്ന് VRS എടുത്ത് പോരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോന്നോളി എന്ന് പറയുന്ന എത്ര ലേഡീസ് എന്റെ മുന്നിലുണ്ട്? ചിലപ്പോ ആരും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഫിജി കാർഡ് എന്ന് പറയുന്ന ഈ ഒരു മഹാ പ്രസ്ഥാനത്തിൽ തന്നെ, അങ്ങനെ തന്നെ പറയാം, പ്രസ്ഥാനത്തിൽ നിന്ന് നമുക്ക് വരുമാനം നമ്മൾ ചെയ്താൽ കേട്ടോ, നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് വരുമാനം കിട്ടുള്ളൂ. വെറുതെ ഇരുന്ന് ഇതിലൊരു ഐഡിയ അടിച്ച് വെറുതെ വീട്ടിലിരുന്ന ഒരു പൈസയും വരുമാനം കിട്ടാൻ പോകില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് രാത്രി 12:45 എന്ന് പറയുന്ന സമയം ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഇന്ന് എന്താണോ ചെയ്തത് അതിനുള്ള ബെനിഫിറ്റ്, അതിനുള്ള പ്രതിഫലം നമ്മളെ കമ്പനി നമുക്ക് തരും. ചെയ്താൽ മാത്രം. ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് ഫിജി കാർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആളെടുത്ത് ഞാൻ പറഞ്ഞു VRS എടുത്തിട്ട് പോന്നോളാം. ഇപ്പൊ 3 വർഷമായി VRS എടുത്തിട്ട് പോന്നു. ഇപ്പൊ ഫുൾ ടൈം ആയിട്ട് ഫിജി കാർഡ് ചെയ്തുകൊണ്ട് നിൽക്കാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞതാണ്, ആരും സമ്മതിക്കൂല ഒരു സർക്കാർ ജോലി ഒഴിവാക്കിയിട്ട് പോരാൻ ആരും സമ്മതിക്കൂല. പക്ഷെ ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. അത് ഈ ഒരു വലിയ പ്രസ്ഥാനത്തിനെ വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രം. ആദ്യം നമ്മളെ കമ്പനിനെ നമ്മൾ വിശ്വസിക്കണം. നമ്മളെ കമ്പനിയിൽ നിന്ന് നമ്മളെ മാനേജ്മെന്റ് നമ്മളെ വിശ്വസിക്കണം, വേണ്ടേ? അതുകൊണ്ടല്ലേ ഞാൻ ആ സമ്മതിച്ചത്. അല്ലെങ്കിൽ നമുക്ക് ജീവിതമാർഗല്ലേ പോയത്. അങ്ങനെ ഞാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു വരുമാനം ഇല്ല. പക്ഷെ വരുമാനം ഉണ്ട്. ഫിജി കാർഡ് എന്ന് പറയുന്ന ഈ ഒരു ദൈവസ്പർശമുള്ള ബിസിനസ് ഞങ്ങൾ കൂടെ ഉണ്ട്. പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അപ്പൊ ഇത്തരത്തിലുള്ള കുറെ അനുഭവത്തിലൂടെയാണ് ഞാൻ ഈ ഒരു റാങ്കിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ളത് എന്റെ അനുഭവമാണ്. എന്റെ അനുഭവം എനിക്ക് ഒരിക്കലും മാറ്റി പറയാനോ ഉണ്ടാക്കി പറയാനോ പറ്റൂല. ഇനിയും പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഞാൻ ഷോർട്ടായിട്ട് തന്നെയാ പറഞ്ഞത്. ഈ 1 മണിക്കൂറല്ല. നമ്മൾ ഫിജി കാർഡിനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് 1 മണിക്കൂറിലോ 2 മണിക്കൂറിലോ തീരുന്ന കാര്യമല്ല. ഇത് തന്നെ ഞാൻ ചുരുക്കി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാവരുടെ ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഈ ബിസിനസ്സിന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തിട്ടും ഒന്നും കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് നിൽക്കുകയാണെങ്കിലും, ടെൻഷനായി നിൽക്കുകയാണെങ്കിൽ, നിങ്ങളോട് എത്ര നെഗറ്റീവുകൾ കേട്ടിട്ട് നിങ്ങൾക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്, ഒരിക്കലും നിങ്ങൾ കിറ്റ് ചെയ്യരുത്. ഈ ഒരു ബിസിനസ് നിങ്ങൾ മാറിപ്പോവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്തൊക്കെ സഹിച്ചിട്ടാണെങ്കിലും ഈ ബിസിനസ് തുടർന്നു പോവുക. അതേപോലെ തന്നെ നിങ്ങളെ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ലീഡേഴ്സ് നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. നമ്മളെ റിപ്പോർട്ടിംഗ് സിസ്റ്റം ആയാലും എല്ലാം നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു വിജയത്തിന്റെ തുടക്കമായിട്ട് കണ്ടുകൊണ്ട് തന്നെ ഇതിലൊക്കെ പങ്കാളികളാവാൻ എനിക്കും നിങ്ങൾക്കും ഒരേപോലെ സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് തിളങ്ങാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളെ ഈ 13 റാങ്കുകൾ നേടിയെടുക്കാനും നമ്മളെ കമ്പനി പറഞ്ഞിട്ടുള്ള എല്ലാ അവാർഡ്സ് ആയിക്കോട്ടെ, റിവാർഡ്സുകളൊക്കെ നേടിയെടുക്കാനും എനിക്കും നിങ്ങൾക്കും ഒക്കെ സാധിക്കും.
ഒരാള് പോലും ഒരു കാര്യത്തിന്റെ പേരിലും ഫിജിക്കാർഡ് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് വിട്ടിട്ട് പോകരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളിലേക്ക് പറയാനുള്ളത്. പിടിച്ചു നിൽക്കുക, ഇടിച്ചു നിൽക്കുക നമ്മളെ ലീഡേഴ്സ് നമ്മളെ അടുത്ത് പറയലുണ്ട് അല്ലെ. പിടിച്ചു നിൽക്കുക, പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അത് വിജയം നമ്മളെ അടുത്തേക്ക് എത്തുക തന്നെ ചെയ്യും. അതിനു വേണ്ടി പ്രയത്നിക്കുക. കൂടെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുക. അതേപോലെ തന്നെ ദൈവത്തിൽ മാത്രം വിശ്വസിച്ചിട്ട് കാര്യമില്ല, ദൈവം മാത്രം നമുക്ക് ഒന്നും കൊണ്ടുതരില്ല. അതിനു വേണ്ടിയിട്ട് നമ്മളെ പ്രയത്നം കൂടെ ഉണ്ടാവുക. നമ്മളെ ടീമിനെ കൂട്ടിപ്പിടിക്കുക. നമുക്ക് ടീമിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നമ്മളെ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അതേപോലെ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കാതിരിക്കാം. എന്തായാലും നല്ലത് നിങ്ങൾ സ്വീകരിച്ചു എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു 7 AM എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു 7 AM എനിക്ക് ഒരു അവസരം തന്നിട്ടുള്ള എന്റെ ലീഡേഴ്സിനും അതേപോലെ തന്നെ ടീമുകളിന്റെ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ